class 3, when we are preparing consolidated statement, first നമ്മൾ നോക്കേണ്ടത് ഒരു പേരന്റിന് സബ്സിഡി ഉണ്ടെങ്കിൽ കൺട്രോൾ ഉണ്ടോ എന്നാണ്. So how will you check whether there is a control? Control means the power over the industry. അപ്പോൾ right to make the decision, അതിനെയാണ് നമ്മൾ ലിറ്ററലി എന്തെന്ന് പറയുന്നത് ഇവിടെ പവർ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പവർ ഉണ്ടെങ്കിൽ അവിടെ കൺട്രോൾ ഉണ്ടെന്ന് കൺഫേം ആയി. Then the parent company have to prepare a consolidated statement. So how will you prepare consolidated statement? Asset എങ്ങനെയാണ് നമ്മൾ കൺസോളിഡേറ്റ് ചെയ്യുന്നത്? അസറ്റിന്റെ കേസിൽ എങ്ങനെ വരും കൺസോളിഡേഷൻ? എങ്ങനെയാ? പേരന്റിന്റെ 100% പ്ലസ് സബ്സിഡിന്റെ 100%. കാരണം ഈവൻ ദോ വി ആർ നോട്ട് ഹോൾഡിംഗ് 100%, നമുക്കറിയാം സബ്സിഡിന്റെ എല്ലാ അസറ്റ്സിലും നമുക്ക് കൺട്രോൾ ഉണ്ട്. അപ്പൊ കൺട്രോൾ ഉണ്ടെങ്കിൽ then it's our asset. നമ്മൾ ഫുള്ളി ഓൺ ചെയ്യണമെന്നില്ല, അല്ലെ? Asset is something that we have a control. So basically control ഉണ്ടെങ്കിൽ കൺസോളിഡേറ്റഡ് എഫ്എസിൽ എനിക്ക് എല്ലാ അസറ്റ്സിനെയും സബ്സിഡിന്റെ ഗ്രൂപ്പിന്റെ എഫ്എസ് ആയിട്ട് തന്നെ എഫ്എസ് തന്നെ കാണിക്കാൻ പറ്റും. അപ്പൊ അസറ്റ്സിൽ ബേസിക്കലി ഇപ്പൊ നമ്മുടെ എല്ലാം എന്തായിരിക്കും, ഒരു പി പി ആണെങ്കിലും ഇനിയും വേറെ എന്തൊക്കെ അസറ്റ്സ് വരാം, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണെങ്കിലും എല്ലാത്തിനും ഒരു റൂൾ എന്താണ്, ഈ പറയുന്ന 100% കൺസോളിഡേഷൻ തന്നെയാണ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അസറ്റ് സൈഡില് എല്ലാം നമ്മുടെ ഈ ഒരു റൂള് സെയിം ആണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ എല്ലാം നമ്മൾ റൂള് ഓൾമോസ്റ്റ് സെയിം ആണ്. പേരന്റ് പ്ലസ് സബ്സിഡറി 100% എന്നുള്ള രീതിയിലാണ്. ഓക്കെ, പക്ഷേ there is something known as, നമ്മൾ എപ്പോഴും പേരന്റിന്റെ എഫ്എസിൽ എന്ത് കാണാം? We can know that there is investment in other entities, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറിനോ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാല്യൂ കാണും. ഈ വാല്യൂ നമ്മൾ ഇപ്പൊ തൽക്കാലം എന്തെടുക്കുന്നില്ല, കൺസോളിഡേറ്റഡ് എഫ്എസിലോട്ട് എടുക്കത്തില്ല. കാരണം എന്താ, ഇൻ കൺസോളിഡേറ്റഡ് എഫ്എസ് വി അസ്യൂം ദാറ്റ് ഇറ്റ്സ് എ സിംഗിൾ കമ്പനി, റൈറ്റ്? അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡി എന്ന് പറയുന്ന വാല്യൂവിന് പകരം ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരും മക്കളെ? ഗുഡ് വിൽ ആയിരിക്കും വരുന്നത്. കൺസോളിഡേറ്റഡ് എഫ്എസ് വരുമ്പോൾ ഗുഡ് വിൽ ആയിരിക്കും ഇവിടെ അസറ്റ് സൈഡിൽ അഡീഷണലി കയറി വരുന്നത്. സോ ദിസ് ഇൻവെസ്റ്റ്മെന്റ് വിൽ ഗെറ്റ് നെറ്റഡ് ഓഫ്. ഈ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും? ഈ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എവിടാണ്? ദിസ് ഇൻവെസ്റ്റ്മെന്റ് ഈസ് ഇൻ ദ ഇക്വിറ്റി ഓഫ് അവർ സബ്സിഡറി. സബ്സിഡറിന്റെ ഇക്വിറ്റിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണിത്, അല്ലെ? സോ അത് നെറ്റ് ഓഫ് ആവും. ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി ഈ നെറ്റ് അസറ്റ്സ്, ഇക്വിറ്റി ഓർ നെറ്റ് അസറ്റ്സ്, നെറ്റ് അസറ്റ്സ് ഓഫ് എ സബ്സിഡിയുടെ നെറ്റ് ഓഫ് ആയിട്ട് ആ എമൗണ്ട് ആയിരിക്കും എവിടെ വരുന്നത്? ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വരുന്നത്. നമ്മൾ ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കൺസോളിഡേറ്റഡ് എഫ്എസിൽ ഇറ്റ് ഷുഡ് ബി ഷോൺ ഹിയർ ഇൻ ദ അസറ്റ് സൈഡ്. ഓക്കെ, അപ്പൊ അസറ്റ്സിലെല്ലാം എന്താണ്? കറണ്ട് അസറ്റ്സും എല്ലാം എന്താ ചെയ്യുന്നത്? നമ്മൾ ബേസിക്കലി 100% ആണ് കൺസോളിഡേഷൻ. ഓക്കെ, അഡീഷണലി കയറി വരുന്ന ഒരു ഐറ്റം എന്താണ്? ഗുഡ് വിൽ ആയിരിക്കും. സോ അതിന് നമുക്ക് സെപ്പറേറ്റ് വർക്കിംഗ്സ് കാണും കേട്ടോ. ഇനി ഇക്വിറ്റിയിലോട്ട് വരുമ്പോഴോ, വാട്ട് അബൌട്ട് ഇക്വിറ്റി? ഇക്വിറ്റിയിൽ നമ്മൾ ആരുടെ ഇക്വിറ്റി മാത്രമേ കാണിക്കത്തുള്ളൂ? പേരന്റിന്റെ 100% ഇക്വിറ്റി കാണിക്കും. ദെൻ ദ പോസ്റ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ റിട്ടേണിങ്സ് കാണിക്കും നമ്മള്. So we know that equity എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരാം? It will include share capital, both company will have their equity. പക്ഷെ നമ്മൾ കൺസോളിഡേഷനിലോട്ട് വരുമ്പോൾ നമ്മൾ ആരുടെ ഇക്വിറ്റി മാത്രമേ കാണിക്കത്തുള്ളൂ? will only show the share capital of parent. പേരന്റിന്റെ മാത്രമേ കാണിക്കത്തുള്ളൂ. എന്തുകൊണ്ടാ? ബിക്കോസ് സബ്സിഡിന്റെ നമ്മൾ ഓൾറെഡി അക്വയർ ചെയ്തിട്ടുണ്ട്, അല്ലെ? സബ്സിഡിന്റെ ഓൾറെഡി ക്യാൻസൽ ഓഫ് ആയി പോയിട്ടുണ്ട്. ആരുമായിട്ട്? പേരന്റ് കൊടുത്ത ഇൻവെസ്റ്റ്മെന്റുമായിട്ട്. ഇനി റീറ്റേണിങ്സ് നമ്മൾ ആരുടെ ആയിരിക്കും കാണിക്കുന്നത്? ഗ്രൂപ്പിന്റെ റീറ്റേണിങ്സ് ആയിരിക്കും കാണിക്കുന്നത്. റീറ്റേണിങ്സ് നമ്മൾ കാണിക്കുന്നത്
ഗ്രൂപ്പിന്റെ ആയിരിക്കും, ദാറ്റ് ഈസ് പേരന്റ് പ്ലസ് പോസ്റ്റ് അക്വസിഷൻ റീറ്റേണിംഗ്സ് ഓഫ് സബ്സിഡറി. പേരന്റ് ഷെയർ ഓഫ് പോസ്റ്റ് അക്വസിഷൻ റീറ്റേണിംഗ്സ് ഓഫ് സബ്സിഡറി ആയിരിക്കും നമ്മൾ കാണിക്കുന്നുണ്ടാവുക. ദെൻ ഇൻ ദ സെയിം വേ ഒ സി അതേപോലെ തന്നെ ഗ്രൂപ്പിന്റെ ആയിരിക്കും നമ്മൾ കാണിക്കുന്നത്. The same model, that is parents plus post acquisition after acquisition എന്തെങ്കിലും റിവാലുവേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഷെയർ ആയിരിക്കും. ഓക്കെ, ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? യെസ്, there is something known as NCA. കാരണം ഒരിക്കലും പേരന്റിന്റെ 100% ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കത്തില്ല ഇക്വിറ്റിയിൽ ഉണ്ടാവുന്നത്. ഇക്വിറ്റിയിൽ അവർക്ക് 100% ഇൻവെസ്റ്റ്മെന്റ് അല്ല ഉള്ളത്. So there is some percentage which is held by other parties. അപ്പൊ അവരെ നമ്മൾ എവിടെ കാണിക്കും? We'll show it in our equity. അപ്പൊ ഞാൻ ഈ സ്ട്രക്ചർ പറയുന്നത് കാരണം ഇപ്പൊ ലേറ്റസ്റ്റ് ക്വസ്റ്റിന്റെ ഒരു ബേസിക് ഡ്രാഫ്റ്റ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഡ്രാഫ്റ്റ് അനുസരിച്ച് ഓരോന്നും എവിടെയൊക്കെ പോകും എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ പിക്ചർ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഓക്കെ ആണോ? Then finally ലയബിലിറ്റീസിലോട്ട് വരുമ്പോൾ നോൺ കറന്റ് ലയബിലിറ്റി ഉണ്ട്, കറന്റ് ലയബിലിറ്റി ഉണ്ട് രണ്ടുപേർക്കും. So that is basically the same. Parent 100% plus subsidiary 100%. അപ്പൊ വ്യത്യാസം വരുന്ന എന്തിലേ ഉള്ളൂ മക്കളെ? ഇക്വിറ്റി സൈഡിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെല്ലാം എന്താ 100% ആണ്. അഡീഷണലി കയറി വരുന്ന ഐറ്റം എന്താ? വിച്ച് ഈസ് യുവർ NCA. ഓക്കെ, അപ്പൊ NCA എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഗ്രൂപ്പിന്റെ ഇപ്പൊ ലെറ്റ്സ് സേ അപ്പൊ പേരന്റിന്റെ എഫ്എസും സബ്സിഡിന്റെ എഫ്എസും നമ്മൾ ലിറ്ററലി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് ഷീറ്റ് ടാലി ആണല്ലോ. അപ്പൊ മേ ബി ഇപ്പം ഇക്വിറ്റി ഓഫ് പേരന്റ് നമ്മൾ സബ്സിഡിന്റെ ഒരു 80% നമ്മൾ അക്വയർ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ 80% നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ ഇക്വിറ്റി സൈഡും കൂടെയാണ് നെറ്റ് ഓഫ് കേൾക്കുന്നത്. അപ്പോൾ സബ്സിഡിന്റെ 100% ഇക്വിറ്റിയിൽ 80% ഞാൻ അക്വയർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി റിമൈനിങ് 20% ഫോർ എക്സാമ്പിൾ ആരായിരിക്കും അക്വയർ ചെയ്തിട്ടുണ്ടാവുക? It is with other party, but they don't have an interest in this company. കൺട്രോൾ ഇല്ല അവർക്ക്. അതുകൊണ്ടാണ് അവരെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവരെയും കൂടെ കാണിച്ചാലേ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലിറ്ററലി ടാലി ആവത്തുള്ളൂ. മനസ്സിലായോ? കാരണം അസറ്റിലും ലയബിലിറ്റിയിലും നമ്മളെല്ലാം 100% ആണ് ആഡ് ചെയ്തേക്കുന്നത്. ഇക്വിറ്റിയിൽ മാത്രം നമ്മൾ 100% ആഡ് ചെയ്യൂല. കാരണം എന്താ? 80% നമ്മളിപ്പോ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളെങ്കിൽ ആ നെറ്റ് അസറ്റ്സിന്റെ 80% അത് നെറ്റ് ഓഫ് ആയി പോകത്തുള്ളൂ. ബാക്കി 20% അറിയില്ല, NCA ഇല്ല. So we have to show NCA in equity itself. ക്ലിയർ ആണോ? അപ്പോ നമ്മൾ കൺസോളിഡേറ്റഡ് എഫേഴ്സിൽ NCA കാണുമ്പോൾ ഇറ്റ് ഗീവ്സ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് വി ആർ നോട്ട് ഓൺ എവറിഥിങ്. നമ്മളെല്ലാം ഓൺ ചെയ്യുന്നില്ല. കുറച്ച് വെളിയിലുള്ള ആൾക്കാരാണ് ഓൺ ചെയ്യുന്നത്. അപ്പൊ വെളിയിലുള്ള ആൾക്കാർ ഷെയർ ആണ് ഓൺ ചെയ്യുന്നത്. അതപ്പോ അവരെ ഇക്വിറ്റി സൈഡിൽ കാണിക്കുക. അപ്പാർട്ട് ഫ്രം ഇത് ലയബിലിറ്റി ഒന്നും അല്ല. സോ വി ഹാവ് ടു ഷോ ഇറ്റ് അണ്ടർ ഇക്വിറ്റി ഇറ്റ്സെൽഫ്. ഓക്കെ ആണോ? ആ ബേസിക് സ്ട്രക്ചർ ക്ലിയർ ആണോ? കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, ഡ്രാഫ്റ്റ് എഫേഴ്സ് വരുന്നതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ടു അണ്ടർസ്റ്റാൻഡ് ദി സ്ട്രക്ചർ. ഓക്കെ, സോ നമുക്കിനി ഇതിൽ വേണ്ട ഓരോ ഐറ്റംസ് നമുക്ക് വർക്കിംഗ് നോട്ട്സ് കണ്ടുപിടിക്കാം. സോ വി നോ ദാറ്റ് there is a working note for NCA, then there is a working note for ഗ്രൂപ്പ് റീറ്റെയിനിങ്സ് കണ്ടുപിടിക്കാൻ ഒരു വർക്കിംഗ് നോട്ട് ഉണ്ട്, ഗുഡ് വില്ലിന് ഒരു വർക്കിംഗ് നോട്ട് ഉണ്ട്. സോ അതിലേക്ക് നമുക്ക് പോകാം. സോ വെൻ യു ആർ പ്രിപ്പയറിംഗ് വർക്കിംഗ് നോട്ട്, ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എപ്പോഴും എന്തായിരിക്കണം? ബേസിക്കലി ആ ഗ്രൂപ്പിന്റെ സ്ട്രക്ചർ ആയിരിക്കണം. ചിലപ്പോൾ നമുക്ക് അറിയത്തുള്ളൂ. സോ ഹിയർ പേരന്റ് ഹോൾഡ്സ് 80% ഓഫ് സബ്സിഡറി. അപ്പൊ ബാക്കി NC ആണ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ NC is holding 20% ഓഫ് സബ്സിഡറി.
അപ്പോൾ ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് നമ്മൾ ആദ്യം എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? വിൽ പ്രിപ്പയർ എ ഗ്രൂപ്പ് സ്ട്രക്ചർ, റൈറ്റ്? ഗ്രൂപ്പ് സ്ട്രക്ചർ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർക്കിംഗ് എന്താ? വിൽ പ്രിപ്പയർ ദ വർക്കിംഗ് നോട്ട് ഫോർ fair value of net assets. ബേസിക്കലി ഈ നെറ്റ് അസെറ്റ്സ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ സബ്സിഡിന്റെ നെറ്റ് അസെറ്റ്സിന്റെ കോളം തന്നെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് വി ആർ ഗോയിങ് ടു അക്വയർ. അത് അവർ അസറ്റും ലയബിലിറ്റി അല്ല, ലിറ്ററലി അവരുടെ ഷെയർ ആണ് നമ്മൾ വാങ്ങുന്നത്, അല്ലെ? അപ്പൊ ഇക്വിറ്റി സൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ഫെയർ വാല്യൂ എത്രയാണെന്ന് അറിയണം. അത് വെച്ചിട്ടാണ് നമുക്ക് ഗുഡ് വില് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ അറ്റ് അക്വിസിഷൻ ആസ് വെൽ ആസ് അറ്റ് റിപ്പോർട്ടിംഗ്, ഈ രണ്ട് വാല്യൂസും നമുക്ക് അറിയണം. ബിക്കോസ് ഈ ഒരു വർക്കിംഗ് നോട്ട് കഴിയുന്നതോടെ നമുക്ക് ഓൾമോസ്റ്റ് കുറെ ഒരു ഫിഗേഴ്സിന് ഒരു ക്ലാരിറ്റി കിട്ടും. സോ നെറ്റ് അസെറ്റ്സിൽ എന്ത് വരാം? എന്താ സബ്സിഡിന്റെ നെറ്റ് അസെറ്റ്സ് എന്ന് പറയുമ്പോൾ എന്ത് തന്നെ? ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻ ഏർണിങ്സ്, ഇതൊക്കെ തന്നെയാണ് എന്ത് ഈ പറയുന്ന ഇക്വിറ്റി അല്ലെങ്കിൽ നെറ്റ് അസെറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഐറ്റംസ് ഒക്കെ തന്നെയാണ്. It will include share capital, പിന്നെ വേറെ എന്താ മക്കളെ? ഷെയർ പ്രീമിയം വരും, then വരും, OC വരും. സോ ഇതെല്ലാം നമുക്ക് അറ്റ് അക്വിസിഷൻ വാല്യൂ അറിയണം, as well as അതിന്റെ റിപ്പോർട്ടിംഗ് ഡേറ്റിലെ വാല്യൂ അറിയണം. ഓക്കെ, സോ ഇവിടെ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും അറ്റ് അക്വിസിഷൻ ആസ് വെൽ ആസ് അറ്റ് റീറ്റെയിൻ ഏർണിങ്സ് അറ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും. സോ ദീസ് ഫിഗേഴ്സ് ആർ ഓൾമോസ്റ്റ് സെയിം. അറ്റ് അക്വിസിഷൻ ഉള്ള ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും ഇതെല്ലാം എന്താണ്? സെയിം ആണ്. കാരണം ആഫ്റ്റർ അക്വിസിഷൻ പിന്നെ ഫർദർ സബ്സിഡിനെ 100% നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞല്ലോ, പിന്നെ ഒരു ഷെയർ ഇഷ്യൂ ഒന്നും പോകാൻ സാധ്യതയില്ല. റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ദർ ഇസ് ഡിഫറൻസ്. അറ്റ് അക്വിസിഷനും അറ്റ് റിപ്പോർട്ടിംഗ് നമ്മൾ റീറ്റെയിൻ ഏർണിങ്സിൽ ഡിഫറൻസ് വരാം. Okay, there will be a difference. Then in the same way, there is a difference in OCE. ചിലപ്പോൾ അക്വിസിഷൻ ശേഷം ഒരു റിവാലുവേഷൻ ഗെയിൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻക്രീസ് വരാം. ഓക്കെ, ഇത്രയും ചെയ്തതിനു ശേഷം നമ്മൾ അടുത്ത ചെയ്യുന്നത് എന്താ? വിൽ ഡു ദ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ്. ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യും. അപ്പൊ എന്തുകൊണ്ടാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു കമ്പനി അവരുടെ ബുക്സിൽ എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഒക്കെ കൂടുതലും കോസ്റ്റ് മോഡലിലായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക, അല്ലെ? ഇൻ മോസ്റ്റ് ഓഫ് ദ സിറ്റുവേഷൻസ് ഫോർ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് വി ആർ ഫോളോയിങ് എ കോസ്റ്റ് മോഡൽ. അപ്പൊ അത് ബുക്സിൽ ക്യാരിയിങ് വാല്യൂലായിരിക്കും ഇത് കിടക്കുന്നത്. ഇതിന്റെ എല്ലാം വാല്യൂസ് ബുക്സിൽ ഇസ് റെക്കോർഡ് അറ്റ് ഇറ്റ്സ് ക്യാരിയിങ് വാല്യൂ. അത് നമ്മൾ എന്തിലോട്ട് മെഷർ ചെയ്യുക? നമ്മൾ എന്ത് സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ, ഇപ്പൊ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ നമുക്കറിയാം നമ്മൾ അതിന്റെ ഫെയർ വാല്യൂ എത്രയാന്ന് നോക്കും. ഞാനിപ്പോ ഒരു വണ്ടി വാങ്ങാൻ ചെന്നാലും അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാർ വാങ്ങാൻ ചെന്നാലും ഞാൻ ആദ്യം ഇതിന്റെ ഫെയർ വാല്യൂ എത്രയാന്ന് നോക്കും. അതനുസരിച്ചല്ലേ ഞാൻ ഒരു കൺസിഡറേഷൻ കൊടുക്കത്തുള്ളൂ. യെസ്. അപ്പൊ അതേപോലെ തന്നെ പേരന്റും ഒരു അക്വസിഷന്റെ സമയത്ത് സബ്സിഡിന്റെ എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും എന്ത് ചെയ്യും? അതിന്റെ ഫെയർ വാല്യൂലേക്ക് റീമെഷർ ചെയ്യും. ഇങ്ങനെ റീമെഷർ ചെയ്യുന്ന സമയത്ത് ചില അസറ്റ്സിന്റെ ഫെയർ വാല്യൂ അതിന്റെ ക്യാരിയിങ് വാല്യൂ ആയിട്ട് എന്താവത്തില്ല? മാച്ച് ആവത്തില്ല. ചില അസറ്റ്സിന്റെ ഫെയർ വാല്യൂ അതിന്റെ ക്യാരിയിങ് വാല്യൂ ആയിട്ട് മാച്ച് ആവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ഇവിടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, ചിലപ്പോൾ അത് ലാൻഡ് ആവാം, ചിലപ്പോൾ ഒരു ബിൽഡിംഗ് ആവാം, ഓക്കെ, ചിലപ്പോൾ ഒരു ഇൻവെന്ററി ആവാം, ക്യാൻ ബി എനി സോർട്ട് ഓഫ് അസറ്റ്സ്. ഇൻ ദ സെയിം വേ ലയബിലിറ്റീസും വരാം. അപ്പൊ ഇതിലൊക്കെ എന്ത് വരാം? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് വരാം. സോ ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ഇവിടെ കാണിക്കണം, അറ്റ് അക്വിസിഷൻ നമ്മൾ കാണിക്കണം. ലെറ്റ്സ് സേ ലാൻഡിന്റെ ക്യാരിയിങ് വാല്യൂ 30 million. ഓക്കെ, ബുക്സിൽ ക്യാരിയിങ് വാല്യൂ 30 million ഉണ്ട്. പക്ഷെ അതിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് 40 million ആണ്. സോ ഹൗ മച്ച് ഐ ഹാവ് ടു അഡ്ജസ്റ്റ്? ഒരു 10 million ഞാൻ എന്ത് ചെയ്യും? അഡ്ജസ്റ്റ് ചെയ്യും. കാരണം 30 million ആണ് ബുക്സിൽ കാണിച്ചേക്കുന്നത്. ഐ ഹാവ് ടു ഇൻക്രീസ് ഇറ്റ് ബൈ 10 million എന്നുള്ള രീതിയിൽ നമ്മൾ വീണ്ടും അത് ഇൻക്രീസ് ആകും. ഓക്കെ, ദ സെയിം വേ ബിൽഡിങ്ങിലും ഇങ്ങനത്തെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ ചെയ്യും. ചിലപ്പോൾ 20 million
ഡിപ്പെൻസ് ഇൻവെന്ററിയിലും ഈ പറയുന്ന ഡിഫറൻസ് ഒക്കെ വരാം. ബട്ട് വൺ തിങ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ഈ പറയുന്ന ഡിഫറൻസ് ഒക്കെ എന്താണ് റിപ്പോർട്ടിംഗ് ഡേറ്റിലും വരും. ഇതേ ഡിഫറൻസ് റിപ്പോർട്ടിംഗ് ഡേറ്റിലും വരാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വാല്യൂസ് എഴുതിയത്. ലാൻഡിന്റെ കേസിലാണെങ്കിൽ there is no change in fair value. 10 million ആണ് അക്വിസിഷൻ ഡേറ്റിലെങ്കിൽ റിപ്പോർട്ടിംഗ് ഡേറ്റിലും അതിന്റെ വാല്യൂ എന്ത് തന്നെ ആയിരിക്കും 10 million ആയിരിക്കും. ബിക്കോസ് ദർ ഇസ് നോ മൂവ്മെന്റ്, ഡിഫറൻസ് കാണത്തില്ല. എന്തുകൊണ്ടാന്ന് പറയാം? ആ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റിന് അക്വിസിഷനും റിപ്പോർട്ടിംഗ് ഡേറ്റിലും ഒരു ഡിഫറൻസ് കാണത്തില്ല. എന്താ മക്കളെ? ബിക്കോസ് ദർ ഇസ് നോ ഡിപ്രീസിയേഷൻ. ലാൻഡ് ഡിപ്രീഷിയേറ്റിംഗ് അല്ല. ബട്ട് വാട്ട് അബൌട്ട് ദിസ് ബിൽഡിംഗ് ഇസ് എ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് അല്ലെ? അപ്പൊ നമ്മള് 20 million മൈനസ് എന്ത് കൊടുക്കണം? പോസ്റ്റ് അക്വിസിഷൻ ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുള്ള ബാലൻസ് എമൗണ്ട് ആയിരിക്കും ക്യാരിങ് വാല്യൂ ഇവിടെ വരുന്നത്. സോ ഒബ്വിയസ്ലി ദർ ഇസ് ഡിഫറൻസ്. ഒരു ഡിഫറൻസ് വരാം, അസറ്റിന്റെ വാല്യൂ അവിടെ കുറയും. ഓക്കെ, ദെൻ വാട്ട് അബൌട്ട് ഇൻവെന്ററി? ഇപ്പൊ ഒരു ഇൻവെന്ററിയിലാണ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് വന്നെങ്കിലോ ഇൻവെന്ററിയുടെ വാല്യൂ അവിടെ കുറയോ? ഇൻവെന്ററിയുടെ വാല്യൂ കുറയോ മക്കളെ? യെസ്, ഇൻവെന്ററിയുടെ വാല്യൂ കുറയും. നമ്മൾ ആ ഇൻവെന്ററി സെയിൽ ചെയ്താൽ ഇപ്പൊ ലെറ്റ്സ് സേ ഒരു 300 ആയിരുന്നു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. ഞാനൊരു ഹാഫ് ഓഫ് ദ ഗുഡ്സ് ഞാൻ എന്ത് ചെയ്തു? സെല് ചെയ്തു എന്ന് പറഞ്ഞു. എന്റെ ബുക്സിലുള്ള ഹാഫ് ഓഫ് ദ ഗുഡ്സ് ഞാൻ സെല് ചെയ്തു. അപ്പൊ ബാക്കി ഇനി എത്രയേ ഉള്ളൂ? 300 ഹാഫ് ഓഫ് ദ ഗുഡ്സ് സെല് ചെയ്താൽ ബാക്കി ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് എത്രയേ ഉള്ളൂ? 150. അപ്പോ ഇൻവെന്ററിയുടെ കേസിൽ മിക്കവാറും ആ ഒരു ഡിഫറൻസ് വരുന്നുണ്ടാവുക എന്ത് കാരണമായിരിക്കും? സെയിൽ ഓഫ് ഗുഡ്സ് ആയിരിക്കും. മനസ്സിലായി? അപ്പോ ആ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് അറ്റ് അക്വിസിഷനിൽ നിന്ന് റിപ്പോർട്ടിംഗ് ഡേറ്റിലേക്ക് വരുമ്പോൾ എന്താണ് വരുന്ന വ്യത്യാസം എന്ന് അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നമ്മൾ FR-ലും പഠിക്കുന്നതാണ്. അഗൈൻ ഞാൻ ഒന്നുകൂടെ റീകാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ഇൻ ദ സെയിം വേ ലയബിലിറ്റീസിലും എന്ത് വരാം? ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് വരാം. ലെറ്റ്സ് സേ ലയബിലിറ്റിയുടെ ക്യാരിങ് വാല്യൂ 19 million. പക്ഷേ ലയബിലിറ്റിയുടെ ഫെയർ വാല്യൂ നോക്കിയപ്പോൾ 100 million ഉണ്ട്. സോ ഹൗ യു ആർ ഗോയിങ് ടു അഡ്ജസ്റ്റ് ഇറ്റ്? ആ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്? സോ ഐ നോ ദാറ്റ് ദർ ഇസ് എ ഡിഫറൻസ് ഓഫ് 10 million. ആ 10 million ലയബിലിറ്റി കൂടുവാണ് അല്ലെ? സോ ഇറ്റ് റെഡ്യൂസസ് മൈ നെറ്റ് അസറ്റ്സ്. അപ്പൊ നെറ്റ് അസറ്റ്സിന് ഞാൻ എന്ത് ചെയ്ത് കുറയ്ക്കും. ആൻഡ് വാട്ട് അബൌട്ട് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്? റിപ്പോർട്ടിംഗ് ഡേറ്റിൽ 10 million മാത്രമാണോ വരുന്നത്? അല്ല, 10 million പ്ലസ് എന്ത് വരും? പോസ്റ്റ് അക്വിസിഷൻ ഇൻട്രസ്റ്റ് കൂടെ വരും. മനസ്സിലായ മക്കളെ? സോ അഗൈൻ there is a change. Are you getting it? അപ്പൊ ഇത്രയാണ് നമ്മുടെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നെറ്റ് അസറ്റ്സിൽ നോർമലി വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഇതൊക്കെ ആയിരിക്കും. ഇത് കൂടാതെ വരുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്താ? പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് വരാം. എന്താണ് മക്കളെ അത്? പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്, വാട്ട് ഇസ് ഇറ്റ്? സബ്സിഡറി അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് ഒക്കെ സെല് ചെയ്യാം. ഓക്കെ, ബട്ട് ദിസ് സെയിൽ ഓഫ് ഗുഡ്സ് വിച്ച് ഹാപ്പൻസ് ആഫ്റ്റർ ദ അക്വിസിഷന് ശേഷം വരുന്ന ആ ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസിൽ there will be some profit. എന്തെങ്കിലുമൊക്കെ പ്രോഫിറ്റ് സബ്സിഡറിയോ പേരന്റോ ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബട്ട് അറ്റ് ദ ടൈം ഓഫ് കൺസൾട്ടേഷൻ നമുക്കറിയാം എന്താണ്? ഇതൊരു സിംഗിൾ എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പോ ലെറ്റ്സ് സേ പേരന്റ് സബ്സിഡിക്ക് കുറച്ച് ഗുഡ്സ് സെല് ചെയ്തു. ആ സെല് ചെയ്ത ഗുഡ്സ് ഇപ്പോഴും നമ്മുടെ ഇൻവെന്ററിയിൽ ഇരിക്കുവാണെന്ന് വെച്ചു. ഫൈൻ. അപ്പൊ ആ അത്രയും അൺസോൾഡ് ആയിട്ടുള്ള ഗുഡ്സും ഇപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഇരിക്കുവാണ്. സോ പേരന്റ് മേ ഹാവ് സോൾഡ് ഇറ്റ് അറ്റ് എ ഹയർ പ്രൈസ്. നോർമൽ കോസ്റ്റിനേക്കാളും ഒരു ഹയർ എമൗണ്ട് ഇട്ടായിരിക്കും സെല് ചെയ്തിട്ടുണ്ടാവുക. സോ ദാറ്റ് പ്രോഫിറ്റ് ഈസ് ലിറ്ററലി അൺറിലീസ്ഡ്. കാരണം എന്താ? അത് ഗ്രൂപ്പിന് പുറത്തോട്ട് പോയിട്ടില്ല അല്ലെ? അപ്പൊ എപ്പോഴും സെയിൽ ഹാപ്പൻസ് ബിറ്റ്വീൻ പേരന്റ്സ് ആൻഡ് സബ്സിഡി. ദാറ്റ്സ് ക്വൈറ്റ് നോർമൽ. പക്ഷെ അത് തേർഡ് പാർട്ടിയിലേക്ക് എത്തിയാൽ മാത്രമേ ഗ്രൂപ്പിന് ആ പ്രോഫിറ്റ് എന്താവത്തുള്ളൂ? ആ സെല്ലർ റിയലൈസ് ചെയ്ത പ്രോഫിറ്റ് നമുക്ക് ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ ഇൻ ടേംസ് ഓഫ് കൺസോൾട്ടേഷൻ. അപ്പോ ഓൾവേസ് ദർ ഇസ് unrealized profit on unsold goods. So here in note number 2, working on number 2, if seller എന്ന് പറയുന്ന ആള് സബ്സിഡറി ആണ് ഗുഡ്സ് സെല് ചെയ്യുന്നെങ്കിൽ then we know that this unrealized profit ന്റെ എഫക്ട് വരുന്ന ആർക്കാ? സബ്സിഡറിക്കാണ്. So we have to reduce that unrealized profit from subsidiaries.
റീറ്റെയിൻ ഏർണിങ്സ്. ഇപ്പൊ സബ്സിഡിന്റെ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ അറ്റ് അക്വസിഷൻ ഇങ്ങനെ സംഭവമില്ല. ആഫ്റ്റർ അക്വസിഷൻ വരുന്ന സെയിൽസിലാണ് അൺറിലൈസ്ഡ് പ്രോഫിറ്റ് വരുന്നത് അല്ലേ. അപ്പൊ അറ്റ് അക്വസിഷൻ ഇതിന് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ഇല്ല. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് നേരെ എവിടെ ആയിരിക്കും വരുന്നത്? റിപ്പോർട്ടിംഗ് ഡേറ്റിലെ റീറ്റെയിനിങ്സിൽ നിന്ന് കുറയ്ക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ എഫക്റ്റീവ്ലി നെറ്റ് അസറ്റ്സ് കോളത്തിൽ നിന്ന് കുറച്ചാൽ മതി. So there is PORP, that is provision for unrealized profit. അത് അൺസോൾഡ് ഗുഡ്സിലായിരിക്കും വരുന്നത്. പേരന്റോ സബ്സിഡിയോ വിട്ടിട്ടുള്ള എനി ഗുഡ്സ് വിച്ച് ഇസ് സ്റ്റിൽ റിമൈനിങ് ഇൻ ദ ഗ്രൂപ്പ്, അതിലാണ് അൺറിലൈസ്ഡ് പ്രോഫിറ്റ് വരുത്തുള്ളൂ. ഓക്കെ ആണോ മക്കളെ? സാറേ, ലാൻഡിന്റെ ഇൻവെന്ററിന്റെ ഒക്കെ ഡിഫറൻസ് എന്താ മൈനസ് ഫിഗർ കൊടുത്തത്? എന്താ മോനെ? ഈ ലാൻഡിന്റെ ബിൽഡിങ്ങിന്റെ ഒക്കെ ഡിഫറൻസ് എന്താ മൈനസ് ഫിഗർ കൊടുത്തത്? ഡിപ്രീസിയേഷൻ അല്ലേ? ലാൻഡിന് നോ ചേഞ്ച്, ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റും കൊടുത്തിട്ടില്ല, 0 ഞാൻ കാണിച്ചേക്കുന്നത്. പക്ഷെ ബിൽഡിങ്ങിന്റെ കേസിൽ 20 million ആണ് ബിൽഡിങ്ങിന്റെ വാല്യൂ. ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് അതിന്റെ വാല്യൂ കുറയും. സോ ഡിപ്രീസിയേഷൻ കാരണമല്ലേ ആ ഡിഫറൻസ് വരുന്നത്. സോ ഇറ്റ്സ് എ ചാർജ് അഗെയിൻസ്റ്റ് യുവർ പ്രോഫിറ്റ്. അപ്പൊ നമ്മുടെ നെറ്റ് അസറ്റ്സിനെ അത് കുറയ്ക്കും. മനസ്സിലായോ? അപ്പൊ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ലൈക്ക് ഞാൻ ഈ പറയുന്ന ഡിഫറൻസ് എല്ലാം നെറ്റ് ഓഫ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? പോസ്റ്റ് അക്വസിഷൻ റീറ്റേണിങ്സ് കിട്ടും. സോ ഡിഫറൻസ് എന്ന് പറഞ്ഞൊരു കോളം നമ്മൾ വിട്ടത് എന്തിനു വേണ്ടിയിട്ടാ? കാൽക്കുലേറ്റ് യുവർ പോസ്റ്റ് അക്വസിഷൻ റീറ്റേണിങ്സ്. അറ്റ് അക്വസിഷനും അറ്റ് റിപ്പോർട്ടിംഗ് ഡേറ്റും തമ്മിലുള്ള ഡിഫറൻസ് എമൗണ്ട് ആയിരിക്കും എന്തെന്ന് പറയുന്നത് പോസ്റ്റ് അക്വസിഷൻ റീറ്റേണിങ്സ്. അപ്പൊ ആ പോസ്റ്റ് അക്വസിഷൻ റീറ്റേണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേ? ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യും. അപ്പോ എനിത്തിങ് ദാറ്റ് ചാർജ് ടു ഗെറ്റ് PN, any charges that will go to PN such as depreciation, inventory സെല് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് ഓഫ് സെയിൽസിലോട്ടാണ് പോകുന്നത്. ലയബിലിറ്റി കൂടുന്നത് ഇൻട്രസ്റ്റ് കാരണമാണ്. സോ അഗെയിൻ ദാറ്റ് വിൽ ഗോ ടു P&L as a charge. അപ്പൊ അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു നെഗറ്റീവ് ഫിഗർ ഞാൻ കാണിച്ചത്. മനസ്സിലായോ? ദിസ് ഓൾ അമൗണ്ട്സ് വിൽ ആക്ച്വലി റെഡ്യൂസ് യുവർ റീറ്റേണിങ്സ്. Now finally you will get post acquisition retainings. At acquisition the total കിട്ടും, at reporting in the total കിട്ടും നിങ്ങൾക്ക് അല്ലേ. See, retainings, the post acquisition retainings, ഇത് ആർക്കൊക്കെ തമ്മിൽ ഷെയർ ആവും? അത് പേരന്റും PRയുടെ ഒരു പോർഷൻ ആർക്ക് പോകും? പേരന്റിന് പോകും. 80%. Then അതേപോലെ തന്നെ VRന്റെ ഒരു പോർഷൻ ആർക്ക് പോകും? NCക്കും പോകും. So here it is, as we assume it is 20%. നമ്മൾ കണ്ടിന്റന്റ് അസറ്റ്സും ലയബിലിറ്റീസും എടുക്കത്തില്ല. അതാണ് ഞാൻ ലിറ്ററലി ലയബിലിറ്റീസിനെ അതിൽ കാണിച്ചത്. നമ്മൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യാത്ത എന്തെങ്കിലും ലയബിലിറ്റി വരുവാണെങ്കിൽ then that will be shown in your net assets. For example, contingent assets പോലത്തെ contingent liability പോലത്തെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ contingent liability എന്ന് പറയുന്നത് നോർമലി ബുക്സിൽ നമ്മൾ കാണിക്കാറില്ല. നോർമലി contingent liability ബുക്സിൽ റെക്കോർഡ് ചെയ്യാറില്ല. പക്ഷേ ആസ് എ പാർട്ട് ഓഫ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് പേരന്റ് പറയുന്നത് അറ്റ് അക്വസിഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും ഇവിടെ നമ്മൾ മെഷർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ മേ ബി ബുക്സിൽ കാണിക്കാത്ത പല അസറ്റ്സും, ഇറ്റ് ക്യാൻ ബി ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആസ് വെൽ, ഇന്റേണലി ജനറേറ്റഡ് ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ അസറ്റ്സും ആവാം. അങ്ങനെ നമുക്ക് ഫെയർ വാല്യൂ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യും. നമ്മുടെ ഈ നെറ്റ് അസറ്റ് കാൽക്കുലേഷനകത്ത് റെക്കഗ്നൈസ് ചെയ്യണം. സോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കണ്ടിജന്റ് ലയബിലിറ്റി ചിലപ്പോൾ ഇവിടെ ലയബിലിറ്റി ആയിട്ട് വരാം. കാരണം അത് സബ്സിഡിന്റെ ബുക്സിൽ കാണിച്ചിട്ടുണ്ടാവില്ല ആസ് പെർ IAS 37, ബിക്കോസ് അത് എന്തല്ല പ്രോബബിൾ ആയിട്ടുള്ള എമൗണ്ട് അല്ല. പക്ഷേ എന്നാടാ അക്വിസിഷൻ ഡേറ്റിലല്ലേ അത് റെക്കോർഡ് ചെയ്യണ്ടേ? അതെ അതെ അതെ. അപ്പോ റിപ്പോർട്ടിംഗ് ഡേറ്റിൽ നില്ലായിരിക്കില്ലേ? റിപ്പോർട്ടിംഗ് ഡേറ്റിൽ നില്ലായിരിക്കണമെന്നില്ല. ആ ലയബിലിറ്റിയുടെ മൂവ്മെന്റ് എന്താണോ അത് വരും. മനസ്സിലായോ? ലയബിലിറ്റിയിൽ ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ ആ വാല്യൂ അതേപോലെ തന്നെ വരും. സോ ഡിഫറൻസ് വിൽ ബി 0. ഓക്കെ. അപ്പൊ അതില് അതെന്താന്നുള്ളത് ക്വസ്റ്റ്യൻ അതിൽ പറയണം. ഇപ്പൊ ലെറ്റ്സ് സേ ഇപ്പൊ അവര് പറയുവാണ് ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ആ ഇൻടാഞ്ചിബിൾ അസറ്റിനെ നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യണം. പക്ഷെ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ റിമൈനിങ് ലൈഫ് 5 years ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ആ ഇൻടാഞ്ചിബിൾ അസറ്റിന്റെ ടോട്ടൽ വാല്യൂ നമ്മൾ ഇവിടെ കാണിക്കും, അറ്റ് അക്വസിഷൻ കാണിക്കും. ബട്ട് റിപ്പോർട്ടിംഗ് ഡേറ്റിലോട്ട് വരുമ്പോൾ അസറ്റിന്റെ വാല്യൂ മൈനസ് അമോർട്ടൈസേഷൻ ചാർജ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് വേണം ഇവിടെ കാണിക്കാൻ, റിപ്പോർട്ടിംഗ് ഡേറ്റിൽ കാണിക്കാൻ.
മനസ്സിലായോ? സോ അതിൽ ഡിഫറൻസ് വരാം, ഡിഫറൻസ് വരാതിരിക്കാം. ദാറ്റ് യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് പല അസറ്റ്സും ലയബിലിറ്റീസും, അത് ഇൻഡിവിജ്വൽ എഫേഴ്സിൽ നമ്മൾ കാണിക്കാത്ത പല അസറ്റ്സും ലയബിലിറ്റീസും എവിടെ വരാം? നിങ്ങളുടെ മെയിൻ ബുക്സിൽ വരാം. Is it clear, everyone? So അതിന്റെ നോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കോ. ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ആ ഭാഗം നോട്ട് ചെയ്ത് വെക്കോ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ചെയ്യാം. സോ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, സോ എല്ലാ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും നമ്മൾ എന്ത് ചെയ്യുക? അറ്റ് അക്വിസിഷൻ ഓഫ് സബ്സിഡറി നമ്മൾ ഫെയർ വാല്യൂക്ക് റീമെഷർ ചെയ്യും. അതിപ്പോ ചിലപ്പോൾ ഇൻവെന്ററി ആവാം. ഓക്കെ, ദ സെയിം വേ ഇൻടാഞ്ചിബിൾ അസറ്റ്സിലേക്ക് വരുമ്പോൾ എന്താ? ആസ് പെർ IFRS 3 ഇറ്റ് റിക്വയർസ് entities to recognize separate intangible asset at fair value at acquisition date. ബട്ട് ചിലപ്പോൾ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. ജഡ്ജ്മെന്റിൽ നമ്മുടെ ജഡ്ജ്മെന്റ് അനുസരിച്ചിരിക്കും അതിന്റെ ഫെയർ വാല്യൂ, ബിക്കോസ് ചിലപ്പോൾ ആക്റ്റീവ് മാർക്കറ്റ് ഒന്നും കാണത്തില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വെക്കുന്നത് എന്താ? ചിലപ്പോൾ ഒരു സെയിൽസ് പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ പർട്ടിക്കുലർ ഇൻടാഞ്ചിബിൾ അസറ്റ് ചിലപ്പോൾ ഒരാൾ വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെയിൽ പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സെയിൽ പ്രൈസ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? അതിന്റെ ഫെയർ വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യും. കാരണം ഒരു ആക്റ്റീവ് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ആ പർട്ടിക്കുലർ ഇൻടാഞ്ചിബിൾ അസറ്റ് ചിലപ്പം ഒരു കസ്റ്റമർ ലിസ്റ്റ്, അത് വേറെ ആൾ നമ്മുടെ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞു ഫോർ 15 million. അപ്പൊ അങ്ങനെ ഒരു പ്രൈസ് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ പ്രൈസ് ആയിരിക്കും നമ്മൾ എന്തായിട്ട് വെക്കുന്നത്? അതിന്റെ ഫെയർ വാല്യൂ ആയിട്ട് വെക്കും. ദ സെയിം വേ ദേ വിൽ ബി കൺസിഡറേഷൻസ്. ഇപ്പൊ കൺസിഡറേഷന്റെ കേസ് പറയുമ്പോൾ ദേ ക്യാൻ ബി കണ്ടിജന്റ് കൺസിഡറേഷൻസ്. അപ്പൊ അതിലോട്ട് നമുക്ക് വരാം, കണ്ടിജന്റ് കൺസിഡറേഷനിലോട്ട് ഞാൻ വരാം. സോ അതിന് മുമ്പ് ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് പാർട്ട് ക്ലിയർ ആണോ? സോ അറ്റ് അക്വസിഷൻ നമുക്ക് ഐഡന്റിഫൈബിൾ ആയിട്ടുള്ള എല്ലാ അസറ്റ്സിന്റെയും ലയബിലിറ്റീസിനും നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റീമെഷർ ഇറ്റ് വിത്ത് ഫെയർ വാല്യൂ. ഓക്കെ ആണോ മക്കളെ? Yes, sir. ഇതാണ് മെയിൻ ഐറ്റംസ് വരുന്നത്. There can be contingent liabilities, provision for future operating losses, intangible assets. Okay, so this all items needs to be considered. So once നമ്മൾ നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രോസസ് എന്താ? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ? ഇപ്പൊ ഗുഡ്വില്ല് രണ്ട് അപ്രോച്ച് ഉണ്ട്. ഫുൾ ഗുഡ്വിൽ മെത്തേഡ് ഉണ്ട്. സെയിം വേ പാർഷ്യൽ അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ഗുഡ്വിൽ അപ്രോച്ച് ഉണ്ട്. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. അപ്പൊ ഗുഡ്വിൽ നമ്മൾ നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? പർച്ചേസ് കൺസിഡറേഷൻ given by parent, then fair value of NCA, then ഇപ്പൊ നമ്മള് ഇപ്പൊ ലെറ്റ്സ് ഇക്വേഷനകത്ത് NCA 20% കൊടുക്കുന്നു, പേരന്റ് ഒരു 80% കൊടുക്കുന്നു. സോ ആ ടോട്ടൽ കൺസിഡറേഷൻ നമുക്ക് കിട്ടി. ആ ടോട്ടൽ കൺസിഡറേഷൻ നമ്മൾ എന്ത് കുറയ്ക്കും? Value of net assets.
will deduct fair value of net assets. Sub-3-ന്റെ net assets വാല്യൂ നമ്മൾ കുറയ്ക്കും അല്ലേ? സോ ഈ വാല്യൂ നമുക്ക് എവിടെ നിന്ന് കിട്ടും? സോ നമ്മൾ ഓൾറെഡി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് വർക്കിംഗ് ഔട്ട് നമ്പർ 2 അല്ലേ? സോ നമ്മളിപ്പം നെറ്റ് അസറ്റ്സിനേക്കാളും കൂടുതൽ ഒരു എമൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇഫ് യു ആർ പേയിങ് സംതിങ് എക്സസ് ഓഫ് യുവർ നെറ്റ് അസറ്റ്സ്, ആ എക്സസ് എമൗണ്ടിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യു കോൾ ഇറ്റ് ആസ് ഗുഡ്വിൽ. അത് നമ്മൾ എന്ന് പറയും? ഗുഡ്വിൽ എന്ന് പറയും. സോ ദിസ് ഗുഡ്വിൽ മേ ഗെറ്റ് ഇംപെയർഡ്. ഗുഡ്വിൽ ചിലപ്പോൾ എന്താ വരാം? ഇമ്പയർമെന്റ് വരാം. വി ഹാവ് ടു ഡിഡക്ട് ഇറ്റ്. സോ ഫൈനലി യു വിൽ ഗെറ്റ് ദ റിവൈസ്ഡ് ഗുഡ്വിൽ. ഇതാണ് ഗുഡ്വിൽ കാൽക്കുലേഷന്റെ ബേസിക് ഫോർമാറ്റ് അല്ലേ? ഇൻ ഫുൾ ഗുഡ്വിൽ മെത്തേഡ് പേരന്റ് ഒരു എമൗണ്ട് കൊടുക്കുന്നു, NCA less net assets, you will get the goodwill, and impairment you finally get the revised goodwill. ഇനി പാർഷ്യൽ ഗുഡ്വിൽ അപ്രോച്ചിലോട്ട് വരുമ്പോഴോ ഈ പർച്ചേസ് കൺസിഡറേഷൻ കാണും. ആ പേരന്റ് പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കും. പക്ഷെ NCA എന്തായിരിക്കും? NCAന്റെ വാല്യൂ നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. എങ്ങനെ എന്താ ഈ പ്രൊപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് എത്രയാണോ അത് ഇൻറ്റു 20%. വിച്ച് ഈസ് നമ്മൾ ഒന്നും എക്സസ് ആയിട്ട് കൊടുക്കുന്നില്ല. NCA is only paying what is 20% of their net assets. അവർ അക്വയർ ചെയ്യുന്ന നെറ്റ് അസറ്റ്സിന്റെ വാല്യൂ എന്താണോ അത് മിനിമം NCA പേ ചെയ്യും. മിനിമം അത്രയെങ്കിലും പേ ചെയ്യണമല്ലോ. അപ്പൊ അതാണ് നമ്മുടെ ബേസിക് അസംഷൻ. ബിക്കോസ് വി ആർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ദ ഫെയർ വാല്യൂ ഓഫ് NCA. അപ്പൊ നമ്മൾ NCAയുടെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പ്രപ്പോർഷൻ ഇടും. ഓക്കെ ആണോ? Is it clear everyone? Then we will deduct. ബാക്കിയെല്ലാം സെയിം ആണ്. Then we will deduct the fair value. The rest of the adjustments are same. Impairment ഉണ്ട്, and finally you will get the revised goodwill. ആകെ വ്യത്യാസം വരുന്നത് എന്താ മക്കളെ? ഒരിടത്ത് നമ്മൾ ഫെയർ വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഒരിടത്ത് നമ്മൾ ഫെയർ വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ ഒരിടത്ത് നമ്മൾ എന്താ എടുക്കുന്നത്? പ്രപ്പോർഷനേറ്റ് വാല്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഫുൾ ഗുഡ്വില്ലിനകത്തിൽ ഇമ്പയർമെന്റ് വരികയാണെങ്കിൽ നമുക്കറിയാം ഈ ഇമ്പയർമെന്റ് ആ ഒരു പോർഷൻ ആർക്കൊക്കെ പോകും? വിൽ ഗെറ്റ് ഷെയർഡ് ബിറ്റ്വീൻ parent and NCA. ഓക്കെ, ഇവിടോട്ട് വരുമ്പോ NCAക്ക് ഗുഡ്വില്ലിന്റെ ഷെയർ ഇല്ല. കാരണം എന്താ? NCA is not paying anything excess. നെറ്റ് അസറ്റ്സിനേക്കാളും എക്സസ് ആയിട്ട് ആര് പേ ചെയ്യുന്നില്ല? NCA is not paying anything above the net assets. അപ്പൊ ഈ പറയുന്ന ഇമ്പയർമെന്റിന്റെ ആ ഒരു ഷെയർ കംപ്ലീറ്റ്ലി ആർക്ക് മാത്രമേ വരത്തുള്ളൂ? പേരന്റിന് മാത്രമേ വരത്തുള്ളൂ. ഇമ്പയർമെന്റ് ഇമ്പാക്ട് കംപ്ലീറ്റ്ലി ആർക്ക് മാത്രമേ വരത്തുള്ളൂ? പേരന്റിന് മാത്രമേ വരത്തുള്ളൂ. Is it clear for everyone? ഫുൾ ഗുഡ്വിൽ മെത്തേഡും പാർഷ്യൽ ഗുഡ്വില്ലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? ബേസിക്കലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഈ ഏരിയ എന്നായിരിക്കാം. ഗുഡ്വിൽ കാൽക്കുലേഷനും പിന്നെ ഇമ്പയർമെന്റ് കാൽക്കുലേഷൻ, പിന്നെ ആ ഇമ്പയർമെന്റ് ഷെയറിങ് എങ്ങനെയാണെന്നുള്ളത്. So just note it down.
ഒരു ഡൗട്ട് ചോദിക്കട്ടെ സർ? ഹലോ, പറഞ്ഞോ. നമ്മൾ ഈ ഫുൾ ഗുഡ് വിൽ മെത്തേഡ് എടുക്കുന്ന സമയത്ത് ഫെയർ വാല്യൂ ഫെൻസി 20% ഉണ്ടല്ലോ, അത് തന്നില്ലെങ്കിൽ നമ്മൾ ഇത് കാണുന്നുണ്ടല്ലോ, നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി എടുക്കുന്നില്ല, അതിന്റെ 20% എടുത്താൽ മതിയോ? ഫുൾ ഗുഡ് വിൽ മെത്തേഡ് എടുക്കുന്ന സമയത്ത് ഫെയർ വാല്യൂ തന്നില്ലെങ്കിലോ? അത് ക്വസ്റ്റിനകത്ത് നമുക്ക് ഗൈഡ് ലൈൻ തരുമോ? കമ്പനിയുടെ ഒരു പോളിസി ഫുൾ ഗുഡ് വിൽ മീൻസ് ഫെയർ വാല്യൂ അപ്രോച്ച് ആണോ അല്ലെങ്കിൽ നെറ്റ് അസറ്റ് അപ്രോച്ച് ആണോ എന്ന് ക്വസ്റ്റിനകത്ത് തരും. ഓക്കെ, അപ്പൊ ഫെയർ വാല്യൂ അപ്രോച്ച് ആണെങ്കിൽ ദെൻ വി വിൽ ഫൈൻഡ് ദ ഫെയർ വാല്യൂ. നമുക്ക് തന്നിട്ടില്ലെങ്കിൽ എങ്ങനെ ഫെയർ വാല്യൂ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ് അക്വയർ ചെയ്തതെന്ന് നോക്കും. NCA സബ്സിഡറിന്റെ എത്ര ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കും. അപ്പോൾ എന്നിട്ട് ആ ദിവസം അക്വസിഷൻ ഡേറ്റിൽ സബ്സിഡറിന്റെ ഷെയർ പ്രൈസ് ഉണ്ടല്ലോ, ഒരു ഷെയറിന്റെ പ്രൈസ് തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് അക്വയർഡ് ബൈ NCA ഇൻ സബ്സിഡറി മൾട്ടിപ്ലൈഡ് ബൈ സബ്സിഡറി ഷെയർ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ദ ഫെയർ വാല്യൂ. അപ്പോൾ ഒന്നെങ്കിൽ ഇറ്റ് വിൽ ബി ഗിവൺ ഡയറക്ട്ലി ഇൻ ദ ക്വസ്റ്റ്യൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ നമുക്ക് ഫെയർ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? സബ്സിഡറിന്റെ ഷെയർ പ്രൈസ് നോക്കിയാൽ മതി. ഓക്കെ, പക്ഷെ ഇവിടോട്ട് വരുമ്പോൾ പ്രൊപ്പോർഷനേറ്റ് അപ്രോച്ച് ആണെങ്കിൽ അവർ പറയും പ്രൊപ്പോർഷനേറ്റ് അപ്രോച്ച് എടുക്കാം. അപ്പോൾ ഏതെങ്കിലും നോട്ട്സിൽ നിങ്ങൾ നോക്കിയിരിക്കാം. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ്ലി വായിച്ച് ചിലപ്പോൾ ലാസ്റ്റ് നോട്ടിലൊക്കെ ആയിരിക്കും അവർ പറയുന്നത് NCA ഏത് മോഡൽ എടുക്കണമെന്നുള്ളത്. അപ്പോൾ നോട്ട്സ് കംപ്ലീറ്റ്ലി വായിച്ചിട്ട് വേണം ഒരു കൺക്ലൂഷനിലേക്ക് എത്താൻ. ഏതെങ്കിലും വർക്കിംഗ് നോട്ട്സിലോ അല്ലെങ്കിൽ ഇൻഡെക്സിലോ ഒക്കെ എവിടെയെങ്കിലും അവർ പറയും എന്ത് അപ്രോച്ച് എന്നുള്ളത്. ഓക്കെ. ഓക്കെ, അപ്പൊ ആ ഒരു നോളജ് പാർട്ട് ക്ലിയർ ആണല്ലോ. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പോർഷൻ ക്ലിയർ അല്ലേ? ക്ലിയർ everyone? ഓക്കെ, സോ ഗുഡ് വിൽ കാൽക്കുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൺട്രോളിന് നമ്മൾ നോക്കി. നൗ ഐഡന്റിഫൈയിങ് അക്വയർ. എങ്ങനെ നമ്മൾ അക്വയറിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? ഇപ്പൊ 2-3 കമ്പനി ചേർന്നിട്ടാണ് ഒരു കമ്പനിനെ അക്വയർ ചെയ്യുന്നത് വെച്ചോ. 2-3 കമ്പനി ചേർന്നിട്ടാണ് ഒരു കമ്പനിനെ അക്വയർ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഇതിൽ ആരാണ് അക്വയർ ചെയ്ത ആള് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇപ്പൊ 2-3 കമ്പനി ചേർന്നിട്ടാണ് ഒരു കമ്പനിനെ നമ്മൾ അക്വയർ ചെയ്യുന്നതെങ്കിൽ so how will you identify which one is the acquirer company? എങ്ങനെ മനസ്സിലാവും മക്കളെ? മോസ്റ്റ്ലി ആ അക്വയറർ കമ്പനി ആയിരിക്കും ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും അതർ അസറ്റ്സോ കൊടുത്തിട്ടുണ്ടാവുക. അക്വസിഷന്റെ സമയത്ത് ക്യാഷ് ആയിട്ട് ഏറ്റവും കൂടുതൽ എമൗണ്ട് കൊടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള ആരായിരിക്കും? അക്വയറർ കമ്പനി ആയിരിക്കും. ദെൻ സപ്പോസ് ക്യാഷോ അസറ്റ്സോ ഒന്നും കൊടുക്കാനില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ അക്വയറിനെ കണ്ടുപിടിക്കും? ലെറ്റ്സ് സേ ഏത് കമ്പനിയാണ് ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുന്നത് നോക്കാം. ആ അക്വസിഷനിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഇഷ്യൂ ഒക്കെ സബ്സിഡിനെ അക്വയർ ചെയ്യാൻ വേണ്ടി ഷെയർ ഇഷ്യൂ ചെയ്ത് കൊടുത്ത ഏത് കമ്പനിയാന്ന് നോക്കാം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അതാണ് നമുക്ക് രണ്ട് ഉള്ള ഒരു മെത്തേഡ്. അപ്പൊ ഒന്നെങ്കിൽ എന്താണ് മക്കളെ, അക്വയറിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്താ? അക്വയറിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് എന്താണ്? Consideration, the entity that has transferred cash or other assets. അല്ലെങ്കിലോ ക്യാഷ് ഇല്ലെങ്കിൽ the entity that issues its equity interest. അത് വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഇതും പറ്റിയില്ലെങ്കിലോ? ഈ രണ്ടും വെച്ചിട്ട് പറ്റിയില്ലെങ്കിലോ? മാനേജ്മെന്റ് സൈഡിലോട്ട് വരുമ്പോൾ മാനേജ്മെന്റ് സൈഡിലോട്ട് വരുമ്പോൾ ഏത് കമ്പനിക്കാണ് കൂടുതൽ ഒരു ഡോമിനേഷൻ നോക്കുക. മാനേജ്മെന്റ് സൈഡിൽ ഏറ്റവും കൂടുതൽ ഡോമിനേഷൻ ഉള്ള ഏത് കമ്പനിക്കാന്ന് നോക്കുക. ഓക്കെ, അപ്പോ ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു ഐഡന്റിഫൈ വിത്ത് ദിസ് ഫസ്റ്റ് ലെവൽ ഇൻഡിക്കേറ്റേഴ്സ്, നമ്മൾ ഒരു സെക്കൻഡ് ലെവലിലോട്ട് പോകും. That is, the acquirer is usually the entities whose former management dominates the company entity, or the acquirer is usually the entity whose owners have the large portion of voting rights. ഏറ്റവും കൂടുതൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആരാ നോക്കുക, അവരായിരിക്കും ചിലപ്പോൾ അക്വയർ കമ്പനി. അല്ലെങ്കിലോ അക്വയറർ നോർമലി ദ ബിഗർ എൻറ്റിറ്റി ആയിരിക്കും. കൂടുതൽ ഏറ്റവും വലിയ കമ്പനി ഏതാണ്, അക്വയറേഴ്സിൽ ഏറ്റവും വലിയ എൻറ്റിറ്റി ഏതാണ്, അത് വേണമെങ്കിൽ നമുക്ക് നോക്കാം.
അപ്പൊ ഇതൊക്കെ വളരെ നോമിനൽ ബിസിനസ് നോളജ് മാത്രമാണ്. നമുക്ക് ചിലപ്പോൾ 2-3 മാർക്സിന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇൻട്രൊഡക്ഷനിൽ കാണും. അതുകൊണ്ട് ഇവിടെ ആരാണ് പേരന്റ് കമ്പനി എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറയും. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ ലോജിക്, ബട്ട് അറ്റ് ദ സെയിം ടൈം അതിന്റെ നോളജ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക്കലി എന്താണ് അവിടെ എഴുതേണ്ടതെന്ന് അറിയത്തില്ലായിരിക്കും. സോ വി നോ ദാറ്റ് whenever we are writing an answer in SBR, അതിന്റെ നോളജ് പാർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ when we are identifying an acquirer, എന്തൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം നോക്കിയാണോ എല്ലാവർക്കും? Is it clear everyone? അപ്പൊ കംപ്ലീറ്റ്ലി നിങ്ങൾ കാൽക്കുലേഷൻ, ഗുഡ് വിൽ കാൽക്കുലേഷൻ മാത്രമല്ല പഠിക്കേണ്ടത്. സോ there will be some knowledge they will test along with this calculations. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനബിൾ ഏരിയ ആണ്. ഐഡന്റിഫൈ ആൻ അക്വയർ എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യനബിൾ ഏരിയ ആണ്. നെക്സ്റ്റ് വൺ, ദ ഡെഫിനേഷൻ ഓഫ് ബിസിനസ്. ഒരു സിറ്റുവേഷൻ തന്നെ അവർ പറയും അത് ബിസിനസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചിലപ്പം ഐഡന്റിഫൈ ചെയ്യാൻ പറയും. വെദർ ദിസ് പർട്ടിക്കുലർ കമ്പനി ഇസ് എ ബിസിനസ് ഓർ നോട്ട്. അപ്പോൾ ഒരു കമ്പനി ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിൽഡിംഗ് വേണം, അവിടെ കുറച്ച് കിച്ചൺ ഫർണിച്ചേഴ്സ് വേണം, ടേബിൾ കാണും, ചെയർ കാണും, പിന്നെ ട്രെയിൻ ചെഫ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ പർട്ടിക്കുലർ ചെഫ് വന്നിട്ട് ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിനെ എല്ലാം യൂസ് ചെയ്ത് ഒരു അൾട്ടിമേറ്റ്ലി ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ പ്രോഡക്റ്റ് നമ്മൾ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു, അല്ലെ? പുള്ളിക്കാരന്റെ നോളജും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു റെസിപ്പി ഒക്കെ സെറ്റ് ചെയ്തിട്ട് പുള്ളി എന്ത് ചെയ്യുന്നു, ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി അത് പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി ഒരു ബയ്യറിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ആ ബിസിനസ് എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ എന്ത് വേണം? ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് കാണും. ആ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിന്റെ എങ്ങനെ യൂസ് ചെയ്യണം എന്നറിയുന്ന ഒരു എക്സ്പെർട്ടൈസ് ടീം കാണും. അവരത് പ്രോസസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കിയതിന് ശേഷമായിരിക്കും ഇതിലോട്ട് വരിക, കസ്റ്റമറിലേക്ക് ഡെലിവർ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് ആ ഒരു കമ്പൈൻഡ് സംഭവത്തിനെ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ, ഇൻക്ലൂഡിങ് ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് ദ അസറ്റ്സ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊരു ബിസിനസ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നമ്മളെപ്പോഴും പറയും, നമ്മളെപ്പോഴും ബിസിനസ് നിൽക്കുന്ന സമയത്ത് ഒരിക്കലും ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കില്ല എന്ന് പറയും. കാരണം ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുവാണെങ്കിൽ വൺസ് ആ ഇൻഡിവിജ്വൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കമ്പനി ഇല്ല. സോ ഓൾവേസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് എ പ്രോസസ്. നമുക്കൊരു ഫ്ലോ ചാർട്ട് ഉണ്ടായിരിക്കണം. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന്, എസ്പെഷ്യലി സർവീസ് ആണെങ്കിലും ഒക്കെ ഒരാൾ ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഇനിഷ്യലി. അതാണ് പിന്നെ രണ്ടാമതൊരാൾ വരും, മൂന്നാമതൊരാൾ വരും, നാലാമതൊരാൾ വരും. സോ നാലാമതാൾ വരുമ്പോഴും 5ാമത് ആൾ വരുമ്പോഴും ദ കസ്റ്റമർ ഷുഡ് ഫീൽ ദ സെയിം കംഫർട്ട് ആൻഡ് ദ സെയിം ക്വാളിറ്റി ഓഫ് സർവീസ്. എങ്കിൽ മാത്രമേ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ, അല്ലേ? സോ ഓൾവേസ് ദർ ഷുഡ് ബി എ പ്രോപ്പർ പ്രോസസ്. അപ്പൊ എപ്പോഴും ഒരു ഇൻവെസ്റ്റർ വന്ന് നോക്കിയിട്ട് ഇതൊരു ബിസിനസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്ര ബിൽഡിംഗ് ഉണ്ടെന്ന് എണ്ണി നോക്കിയിട്ടോ അല്ല. അത് ജസ്റ്റ് എന്ത് മാത്രമാണ്? ഒരു അസറ്റ് അക്വിസിഷൻ മാത്രമാണ്. ബട്ട് if there is a proper channel, ഇത്രയാണ് നമ്മുടെ ഇൻപുട്സ്, this is the process, this is our output, and this is our overall business model, and this is how we create value for our product or service എന്ന് പറയുമ്പോഴാണ് അവിടെ പൈസ വരത്തുള്ളൂ. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഒരു ബിസിനസ്സിലേക്ക് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് പൈസ വരത്തുള്ളൂ. അല്ലെങ്കിൽ അതെന്ത് മാത്രം ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് മാത്രമാണ്. യു ആർ നോട്ട് റണ്ണിങ് എ കമ്പനി ഓർ എ ബിസിനസ് ദെയർ. ഓക്കെ, അപ്പോൾ ഒരു ഇൻപുട്സ് ഉണ്ടായിരിക്കണം. And there should be a process. It can be a proper system or a standardized system or ഉണ്ടായിരിക്കണം, or a proper sort of practices that we follow from past. Then ഒരു ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ടീം ഉണ്ട്. സോ ദേ ആർ ഡൂയിങ് ദിസ് പ്രോസസ്. ഇപ്പൊ നൗഡേസ് പ്രോസസ് ഒക്കെ കൂടുതൽ ഓട്ടോമേറ്റഡ് ആണ്, ബട്ട് സ്റ്റിൽ അറ്റ് സം പോയിന്റ് ഓഫ് ടൈം വി നീഡ് എ ഹ്യൂമൻ റിസോഴ്സ് there. They can produce outputs, and this output may include goods or service or any sort of income. മനസ്സിലായോ? സോ എങ്കിലും അതിന് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? നമുക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു ബിസിനസ് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒരു സാധനം കോൺസെൻട്രേഷൻ ടെസ്റ്റ് വെച്ചിട്ടാണ്. കോൺസെൻട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വെദർ ദ ഹോൾ വാല്യൂ ഓഫ് ദ ബിസിനസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ എ സിംഗിൾ അസെറ്റ് ഓർ എ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ എ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് സിമിലർ അസെറ്റ്സ് ആണോ നമ്മൾ ചെക്ക് ചെയ്യും. അങ്ങനെ ആണെങ്കിൽ അത് പിന്നെ എന്തല്ല? ബിസിനസ് അല്ല. ഓക്കെ, ആ ബിസിനസിന്റെ മൊത്തം വാല്യൂ ചിലപ്പോൾ ഒരു കുറച്ച് ഹോട്ടൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബിൽഡിങ്സ് ഉണ്ട്, ആ ബിൽഡിങ്സ് എല്ലാം ഞാൻ റെന്റിന് കൊടുത്തേക്കുവാണ്. അപ്പോൾ അൾട്ടിമേറ്റ്ലി എന്റെ ബിസിനസ് ഇതാണെന്ന് പറയുമ്പോൾ ഇത് ബിസിനസ് എന്ന് പറയാം. അപ്പോൾ ലിറ്ററലി അവിടെ എന്താ, ഈ ജോലിക്കാരെ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലെ? അപ്പൊ അൾട്ടിമേറ്റ്ലി ആ ബിസിനസ് ഞാൻ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ സാധനം വാങ്ങുമ്പോൾ ഐ എം നോട്ട് ആക്ച്വലി അക്വയറിംഗ് ദാറ്റ് ബിസിനസ്.
ഞാൻ ആ 10-15 ബിൽഡിംഗ് മാത്രമാണ് അങ്ങേറയിൽ നിന്ന് വാങ്ങുന്നത്, അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ബിസിനസ്മാൻ്റെ നിന്ന് വാങ്ങുന്നത്. ബട്ട് നമ്മുടെ ഒരു ലേമാൻസ് പെർസ്പെക്റ്റീവ് ഇതെല്ലാം നമുക്ക് ബിസിനസ് ആയിട്ട് തോന്നും. ഓക്കെ, സോ നമ്മൾ ആദ്യം ഒരു ബിസിനസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ഫസ്റ്റ് ലെവലിൽ ചെക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? കോൺസെൻട്രേഷൻ ടെസ്റ്റ് ചെയ്യും. എന്താണ് മക്കളെ കോൺസെൻട്രേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ ബിസിനസിന്റെ ഓവറോൾ വാല്യൂ, സബ്സ്റ്റാൻഷ്യലി അതിന്റെ എല്ലാ വാല്യൂസും ഇറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ എ സിംഗിൾ അസെറ്റ് ആണോ അല്ലയോ നമ്മൾ നോക്കും. ഓക്കെ, വിൽ ചെക്ക് ദ ഫാക്ട് ദാറ്റ് the acquired assets are not business if substantially all the fair value of a total asset acquired is concentrated on a single identifiable asset or a group of similar identifiable asset. എങ്കിൽ അതെന്താണ്? അവിടെ കോൺസെൻട്രേഷൻ ടെസ്റ്റ് മീറ്റ് ചെയ്തു, ഇത് ജസ്റ്റ് ഒരു അസറ്റ് അക്വിസിഷൻ മാത്രമാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടി വരും. അല്ല, ഇപ്പം നോട്ട് കോൺസെൻട്രേറ്റഡ് ഓൺ എ സിംഗിൾ അസറ്റ് ഓർ എ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് നമുക്ക് തോന്നുവാണെങ്കിൽ വിൽ ചെക്ക് ഇറ്റ് ഫർദർ. നമ്മൾ ആ ബിസിനസിന്റെ ഓരോ എലമെന്റ്സും ചെക്ക് ചെയ്യും. ദാറ്റ് ഈസ് അവിടെ പ്രോപ്പർ ഒരു ഇൻപുട്ട് ഉണ്ടോ, പ്രോപ്പർ ആയിട്ടൊരു പ്രോസസ് ഉണ്ടോ, ആദ്യം ക്രിയേറ്റിംഗ് റവന്യൂ എന്നൊക്കെ പറഞ്ഞൊരു ഡീറ്റെയിൽ ടെസ്റ്റിലേക്ക് നമ്മൾ. അപ്പൊ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെസ്റ്റിനാണ് നമ്മൾ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് എ ബിസിനസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺസെൻട്രേഷൻ ടെസ്റ്റ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മോർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ആസ്പെക്ട്സിലേക്ക് പോകും. സോ അതിന്റെ സിറ്റുവേഷനും അതിന്റെ പ്രോസസ്സും എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും ഈ ഇൻപുട്സ് വെച്ചിട്ട് ഒരു പ്രോപ്പർ പ്രോസസ് ഉണ്ടോ. ഈവൻ ഒരു ഓട്ടോമാറ്റിക്കലി ഇറ്റ് ക്യാൻ റെപ്ലിക്കേറ്റ്. നമ്മൾ ഏത് സ്ഥലത്ത് കൊണ്ടിട്ടാലും എവിടെ തുടങ്ങി കഴിഞ്ഞാലും എനിക്ക് ഒരു കുറച്ച് ഇൻപുട്സ് ഉണ്ടെങ്കിൽ അവർ എഴുതി വെച്ചേക്കുന്ന ആ ഒരു പ്രോസസ് ഗൈഡ് വെച്ചിട്ട് എനിക്ക് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ദേ ക്യാൻ പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്സ് എന്ന് നമ്മൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നതിനെന്ന് പറയുന്നത് എലമെന്റ് ഓഫ് എ ബിസിനസ് ടെസ്റ്റ് എന്ന് പറയും. Is it clear everyone? Is it clear? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇതും പാസ്റ്റ് പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ളതാണ്, എലമെന്റ് ഓഫ് എ ബിസിനസ് ടെസ്റ്റും അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ ടെസ്റ്റും. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? എലമെന്റ് ഓഫ് എ ബിസിനസ് വെച്ചിട്ടാണ്. അത് മീറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫർദർ വീണ്ടും ഒരു ടെസ്റ്റ് നടത്തും. അതിനെ നമ്മൾ എലമെന്റ് ഓഫ് ബിസിനസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ്സ് എ മോർ ഡീറ്റെയിൽഡ് ടെസ്റ്റ്. നമ്മുടെ എല്ലാ ഫാക്ടേഴ്സും ഒക്കെ വെച്ച് നമ്മൾ ഒരു മോർ ഡീറ്റെയിൽഡ് ടെസ്റ്റ് നടത്തുന്നതിനാണ് നമ്മൾ എന്ന് പറയുന്നത് എലമെന്റ് ഓഫ് ബിസിനസ് ടെസ്റ്റ് എന്ന് പറയും. Is it clear everyone? Is it clear? അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോളജ് ആണ്, ഡെഫിനേഷൻ ഓഫ് ബിസിനസ്. ദ നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ജോയിന്റ് അറേഞ്ച്മെന്റ്സ്. എന്താ മക്കളെ ജോയിന്റ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ക്യാൻ ബി എ ജോയിന്റ് വെഞ്ചർ ഓർ ജോയിന്റ് ഓപ്പറേഷൻ. ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്ന ഹീറോ ഹോണ്ട എന്താണ്? ജോയിന്റ് വെഞ്ചർ ആണ്. അല്ലെങ്കിൽ VI വോഡോഫോൺ ഐഡിയയും കൂടെ ചേർന്നിട്ട് വന്നൊരു ജോയിന്റ് വെഞ്ചർ ആണ്. അപ്പൊ ജോയിന്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കമ്പനീസ് they will come together and will form a single entity. ബട്ട് ആർക്കും ആരെയും ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബോത്ത് ഇപ്പം ലെറ്റ്സ് സേ VIന്റെ കേസിൽ ബോത്ത് വോഡോഫോൺ ആൻഡ് ഐഡിയ വിൽ ഹാവ് എ ഈക്വൽ റൈറ്റ്. അവർ കൺട്രോൾ എന്ത് ചെയ്യാണ്? ജോയിൻലി കൺട്രോൾ ചെയ്യാണ്. അപ്പൊ ആർക്കും സബ്സ്റ്റാൻഷ്യലി ഒരാൾക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല വേറൊരാളെ. അപ്പൊ അതാണ് ജോയിന്റ് വെഞ്ചറിന്റെ പ്രത്യേകത. സോ ഓൾമോസ്റ്റ് ലൈക്ക് ഇവിടെ എന്താണ്? നമുക്കൊരു കൺട്രോൾ ഇല്ല, ബട്ട് അൾട്ടിമേറ്റ്ലി വി ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ്. അപ്പൊ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഈച്ച് പാർട്ടി വിൽ ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഇൻ ദ ന്യൂ എൻറ്റിറ്റി. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും? ഒരു അസോസിയേറ്റഡ് ട്രീറ്റ്മെന്റ് തന്നെയാണ്, വിച്ച് ഈസ് ഇക്വിറ്റി മെത്തേഡ്. അപ്പൊ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തായിരിക്കും മക്കളെ? ഒരു ഇക്വിറ്റി മെത്തേഡ് ആയിരിക്കും. അപ്പൊ മെർജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they will form a single entity. Let's say SBI merge with SBT എന്ന് പറഞ്ഞാൽ ultimately there is only one company now, SBI. പക്ഷെ ഇത് അങ്ങനല്ല.
ജോയിന്റ് വെഞ്ചർ മീൻസ് ഹീറോ ഹോണ്ട അല്ലെങ്കിൽ VI എന്നൊക്കെ പറയുന്ന ഒരു പുതിയ കമ്പനി നമ്മൾ ഫോം ചെയ്യും. ബട്ട് പുതിയ കമ്പനി ഫോം ചെയ്യുമ്പോഴും എന്താണ്, ഈച്ച് പാർട്ടി വിൽ ഹാവ് എൻ ഈക്വൽ റൈറ്റ്, അല്ലെങ്കിൽ ഒരു ജോയിന്റ് കൺട്രോൾ ആയിരിക്കും അവർക്ക് അവിടെ ഉണ്ടായിരിക്കുക. മനസ്സിലായോ? They will have a joint control. Is it clear, everyone? Now, in joint operation എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ രണ്ട് കമ്പനീസ് ചേർന്നിട്ട് എന്ത് ചെയ്യുവാണ്? ഒരു ഓപ്പറേഷൻ നടത്തുവാണ്. ഓക്കെ, രണ്ട് കമ്പനീസ് ചേർന്നിട്ട് ഓപ്പറേഷൻ നടത്തുവാണ്. ലെറ്റ്സ് സേ there is an institute in Bangalore. They can provide us with the infra. Okay, ഒരു infra അവർ പ്രൊവൈഡ് ചെയ്യും. Elance can give the faculties. Elance ഒരു ഫാക്കൽറ്റീസിനെ കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ലെറ്റ്സ് ഒരു കോളേജിൽ നമ്മൾ PCC പ്രോഗ്രാം നടത്തുവാണ്. അപ്പോൾ കോളേജാണ് ഇൻഫ്രയും ബാക്കി സ്റ്റുഡൻസിനെ കൊണ്ടുവരുന്നു, അഡ്മിഷൻ എടുക്കുന്ന എല്ലാം കോളേജാണ്. ബട്ട് Elance have a strategic tie-up. നമ്മൾ ആ ഓപ്പറേഷനിൽ എന്ത് ചെയ്യുവാണ്? വിൽ ഗെറ്റ് എ ഷെയർ ഓഫ് റവന്യൂ, എക്സ്പെൻസ് ഒക്കെ നമ്മുടെ ഫാക്കൽറ്റി കോസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കും. ഓക്കെ, സോ ടുഗെദർ വി ആർ റണ്ണിങ് എ ഓപ്പറേഷൻ. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റ് ആണെന്ന് പറയുന്നത് ജോയിന്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ജോയിന്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ as per IFRS 3, when we have an interest in joint operation, acquisition കോസ്റ്റും ഒരു ഐഡന്റിഫയബിൾ അസറ്റ്സ് ഗ്രൂപ്പും എല്ലാം കാണും. ഓക്കെ, ഇവർ രണ്ടുപേരും ഇൻഡിവിജ്വൽ എഫ്എസ്, ദാറ്റ് ഈസ് ലെറ്റ്സ് സേ ആ പർട്ടിക്കുലർ കോളേജിന്റെയും എലയൻസിന്റെയും ഇൻഡിവിജ്വൽ എഫ്എസിൽ എന്ത് കാണും? ഈ അസറ്റ്സിന്റെയും ലയബിലിറ്റീസിനും റവന്യൂവിനും എക്സ്പെൻസിനും എല്ലാം ഒരു ഷെയർ കാണും. ഇപ്പൊ ടോട്ടൽ റവന്യൂവിൽ 30% ഷെയർ ആണെങ്കിൽ ഓവറോൾ ഓപ്പറേഷന് 30% റവന്യൂ എലയൻസിന്റെ ബുക്കിലും ബാക്കി 70% ആ ആറ് ബുക്സിൽ വരും, ആ കോളേജിന്റെ ബുക്സിലായിരിക്കും വരുന്നുണ്ടാവുക. ഇൻ ദ സെയിം വേ ആ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിൽ നമുക്ക് എത്ര ഷെയർ ആണോ ഉള്ളത്, അപ്പൊ അസറ്റ്സിന്റെയും അത്ര പെർസെന്റേജ് ഷെയർ നമ്മുടെ ഇൻഡിവിജ്വൽ എഫ്എസിൽ വരും, എലയൻസിന്റെ എഫ്എസിൽ വരും. ബാക്കി 70% ആ കോളേജിന്റെ എഫ്എസിലായിരിക്കും കാണിക്കുന്നത് അസറ്റ്സിൽ. സെയിം വിത്ത് ലയബിലിറ്റീസ് ആസ് വെൽ ആസ് എക്സ്പെൻസ്. അപ്പോൾ ഒരു ഷെയർഡ് വ്യൂ ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ വി വിൽ ലിറ്ററലി ഷോ ദ ഷെയർ എമൗണ്ട്സ്. നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഷോ എ ഡ്രാഫ്റ്റ്. ലെറ്റ്സ് സേ ഇപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ ജോയിന്റ് ഓപ്പറേഷൻ നടത്തുവാണ്. ഓക്കെ, അപ്പൊ റവന്യൂവിന്റെ എല്ലാത്തിനെയും 30% നമുക്ക് ഷെയർ ഉള്ളത്. അപ്പൊ നമ്മുടെ ഇൻഡിവിജ്വൽ എഫേഴ്സിൽ എന്ത് വരും? റവന്യൂവിന്റെയും കോസ്റ്റ് ഓഫ് സെയിൽസിന്റെയും ഡിപ്രീസിയേഷന്റെയും എക്സ്പെൻസിന്റെയും എല്ലാത്തിന്റെയും ആ ടോട്ടൽ എമൗണ്ട്സ് തന്നിട്ടുണ്ടായിരിക്കും. അതിന്റെ ഷെയർ മാത്രം നമ്മുടെ ഇൻഡിവിജ്വൽ എഫേഴ്സിൽ കാണിക്കും. ദ സെയിം വേ വിത്ത് അസറ്റ്സ്. അസറ്റ് സൈഡിലും അസറ്റ്സിന്റെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ 3 million ആണെങ്കിൽ അല്ലെങ്കിൽ 30 million ആണെങ്കിൽ അതിന്റെ 30%. ഇനി അസറ്റിന്റെ ഡിസ്മാൻഡ്ലിംഗ് കോസ്റ്റ് ഉണ്ട്, അപ്പൊ അതിന്റെ 30%. ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ 30%. ദെൻ റിസീവബിൾസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ റവന്യൂ കാണിച്ചിട്ടല്ലോ, ആ റവന്യൂ ആയിരിക്കും ഇവിടെ റിസീവബിൾ ആയിട്ട് കാണിക്കുന്നത്. കാരണം ജോയിന്റ് ഓപ്പറേഷനിൽ നമുക്ക് കിട്ടുന്ന റവന്യൂ ആണ് റിസീവബിൾ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, അതേപോലെ എക്സ്പെൻസിൽ നമ്മൾക്ക് കൊടുക്കേണ്ട അഡ്മിൻ എക്സ്പെൻസ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അങ്ങനെ നമ്മൾ അങ്ങോട്ട് പേ ചെയ്യേണ്ട എക്സ്പെൻസുകൾ ഉണ്ടല്ലോ, അതെല്ലാം ആയിരിക്കും ഇവിടെ പേയബിൾ ആയിട്ട് കാണിക്കുന്നത്. ഓക്കെ, നമ്മുടെ എക്സ്പെൻസുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്തായിട്ട് കാണിക്കും? വിൽ ഷോ ഇറ്റ് ആസ് ഔട്ട്സ്റ്റാൻഡിംഗ് പേയബിൾസ് ആയിട്ട് കാണിക്കും. അപ്പൊ ഇതായിരിക്കും ജോയിന്റ് ഓപ്പറേഷന്റെ ഒരു ട്രീറ്റ്മെന്റ് ബേസിക്കലി വരുന്നുണ്ടാവും. അത് പാസ്റ്റ് പേപ്പേഴ്സിലൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ഞാൻ കാണിച്ചതാണ്. സോ IFRS 11 ജോയിന്റ് അറേഞ്ച്മെന്റ്സിൽ രണ്ട് സിറ്റുവേഷൻ വരാം. എന്തൊക്കെയാണ് മക്കളെ? ഇറ്റ് ക്യാൻ ബി ജോയിന്റ് വെഞ്ചർ ഓർ ജോയിന്റ് ഓപ്പറേഷൻ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആണോ എല്ലാവർക്കും? ആ ഡിഫറൻസ് ഓക്കെ ആണോ? സോ ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. അപ്പൊ ജോയിന്റ് വെഞ്ചർ ആണെങ്കിൽ സെയിം ട്രീറ്റ്മെന്റ് ലൈക്ക് അസോസിയേറ്റ്, ഒരു ഇക്വിറ്റി മെത്തേഡ് ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും.
Okay. Now, പിന്നെ നമുക്ക് ഇതിലുള്ള ഏതാണ് ഈ ചാപ്റ്ററിൽ IFRS 12 ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ അതർ എൻറ്റിറ്റീസ്. ദാറ്റ് ഈസ് നമ്മുടെ ബുക്സിൽ ഇപ്പം അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ബുക്സിൽ നമ്മൾ ബാക്കിയുള്ള ഡിസ്ക്ലോഷേഴ്സ്, ദാറ്റ് ഈസ് ഒരു കമ്പനിയിൽ എനിക്കിപ്പോൾ കൺട്രോൾ ഉണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ് അത് കൺട്രോൾ കിട്ടി, അല്ലെങ്കിൽ ഒരു കമ്പനി നിങ്ങൾക്ക് ജോയിന്റ് കൺട്രോൾ ഉണ്ട്, അപ്പോൾ അതിനെപ്പറ്റി ഡിസ്ക്ലോസ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ വേറൊരു കമ്പനിക്ക് നിങ്ങൾക്ക് സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് ഉണ്ട് ഓവർ ആൻ ഇൻഡസ്ട്രി. അപ്പൊ ഈ ഓരോ കൺട്രോളിനെടുത്ത അസംഷൻ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊക്കെ ജഡ്ജ്മെന്റിലാണ് നിങ്ങൾ അവിടെ കൺട്രോൾ ഉണ്ടെന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളത്, ഇതിനെപ്പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് ആണ് എന്തെന്ന് പറയുന്നത് IFRS 12. അപ്പൊ നമ്മളവിടെ ആ പർട്ടിക്കുലർ ജഡ്ജ്മെന്റിലേക്ക് എത്താനുള്ള അസംഷൻസും എല്ലാം കാണിക്കും. Then after that we'll disclose the nature, whether it's a subsidiary or associate, അതെല്ലാം നമ്മൾ പറയും. Okay, so any sort of restrictions or something with respect to that investment, നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കൺട്രോൾ എവിടെയെങ്കിലും വരുന്നുണ്ട്, സബ്സിഡിയറി സൈഡിൽ നിന്ന് സർട്ടൻ ഡിസിഷൻസ് എടുക്കാൻ ഒരു കൺട്രോൾ ഒക്കെ അവർ വെച്ചിട്ടുണ്ടെങ്കിൽ, സോ അങ്ങനത്തെ സിഗ്നിഫിക്കന്റ് റെസ്ട്രിക്ഷൻസിനെ പറ്റിയിട്ടെല്ലാം നമ്മൾ എവിടെ ആയിരിക്കും ഡിസ്ക്ലോസ് ചെയ്യുന്നത്, IFRS 12 പ്രകാരമായിരിക്കും ഡിസ്ക്ലോസ് ചെയ്യുന്നത്. So IFRS 12 is completely a disclosure standard. Okay. Now IAS 27 എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇൻഡിവിജ്വൽ FSൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെറ്റ്സ് സേ ഇവിടെ മുമ്പേ നമ്മൾ കൺസോളിഡേറ്റഡ് FS ഉണ്ടാക്കിയ സമയത്ത് ഈ ഇൻഡിവിജ്വൽ FSൽ പേരന്റ് ഇപ്പൊ ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി എന്ന് കാണിച്ചിട്ടില്ലേ. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യും? വി ഹാവ് ഗോട്ട് 3 ഡിഫറെന്റ് ഓപ്ഷൻസ്. either we can account it at cost, നമുക്ക് ഒന്നെങ്കിൽ എന്തിൽ കാണിക്കാം, ആ ഇൻവെസ്റ്റ്മെന്റ് കോസ്റ്റിൽ കാണിക്കാം, അല്ലെങ്കിലോ ഇൻവെസ്റ്റ്മെന്റിന് ഷെയർസ് ആണ്, അപ്പൊ നമുക്ക് IFRS 9 പ്രകാരം ഒരു ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണിക്കാം, റൈറ്റ്? പിന്നെ or we can follow equity method. ഓക്കെ, അപ്പോ ഇൻഡിവിജ്വൽ FSൽ, ഓക്കെ, ഒരു പേരന്റിന്റെ ഇൻഡിവിജ്വൽ FSൽ ഈ ഇൻവെസ്റ്റ്മെന്റ്സിനെയൊക്കെ നമ്മൾ എങ്ങനെ അക്കൗണ്ട് ചെയ്യാം എന്നുള്ള സ്റ്റാൻഡേർഡ് ആണ് IAS 27. അപ്പൊ IAS 27 പ്രകാരമായിരിക്കും ഇൻവെസ്റ്റ്മെന്റ് ഇൻ സബ്സിഡറി ഓർ അസോസിയേറ്റ് നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ടാവുക, ഇൻഡിവിജ്വൽ FSൽ കാണിക്കുന്നുണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ എവരിവൺ? സോ അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് ആണ് ഈ IAS 27 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ്. ഓക്കെ ആണോ മക്കളെ? അപ്പൊ ബേസിക് ഗ്രൂപ്പ്സിൽ എന്തൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്തത് എന്നുള്ളത് ക്ലിയർ ആണോ? So we discussed about goodwill calculation, identifying an acquirer. So just to maximum, I know that revision I just brief ആയിട്ട് എല്ലാം പറഞ്ഞു പോയെന്നേ ഉള്ളൂ, because we already learned it in our live classes. So picture കിട്ടിയാലോ? Is that clear everyone? Any doubts? ബേസിക് ഗ്രൂപ്പ്സിൽ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? പറഞ്ഞോളാം. ഈ കൺസോളിഡേറ്റഡ് SOPL വരും, ആ അത് പ്രിപ്പയർ ചെയ്യാൻ വരും. ലാസ്റ്റ് ടൈം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് അതിന്റെ ഒരു എക്സ്ട്രാക്ട് നമുക്ക് നോക്കാം. SOFP ക്ലിയർ ആണോ? അതെ. So now when it comes to consolidated P&L, കാരണം ലാസ്റ്റ് ടൈം ഒരു കൺസോളിഡേറ്റഡ് P&L ചില എക്സ്ട്രാക്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കൺസോളിഡേറ്റഡ് P&Lലേക്ക് വരുമ്പോൾ അഗെയിൻ ദ സെയിം റൂൾസ് ആണ് നമുക്കുള്ളത്. ദാറ്റ് ഈസ് റവന്യൂ ആരുടെ വരും, പേരന്റിന്റെയും വരും, അതേപോലെ തന്നെ സബ്സിഡിയുടെയും വരും. പേരന്റിന്റെ ഒരു SOPയിൽ കാണും, അതേപോലെ സബ്സിഡിന്റെ SOPയിലും കാണും. So revenue less cost of sales, gross profit, other expenses, other income, PBIT, interest, PBT, tax, profit after tax.
ഇത്രയാണ് മെയിൻ അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. സോ അത് കഴിഞ്ഞാലോ OCA കൂടെ ഇൻക്ലൂഡ് ചെയ്യും. സോ യുൽ ഗെറ്റ് ദ ടോട്ടൽ അതർ കോംപ്രിഹെൻസീവ് ഇൻകം. സെയിം ഫോർമാറ്റ് ആയിരിക്കും ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. സോ ഇൻ ദ കൺസോളിഡേറ്റഡ് SOPL നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റവന്യൂ എടുക്കും. പേരന്റിന്റെ റവന്യൂ ഫുൾ ആയിട്ട് എടുക്കും. ബട്ട് സബ്സിഡിന്റെ കേസിലോട്ട് വരുമ്പോൾ നമ്മൾ എല്ലാത്തിന്റെയും എന്ത് എടുക്കാൻ പാടുള്ളൂ? സബ്സിഡിന്റെ വാല്യൂ നമുക്ക് 100% എടുക്കാം. അതിൽ അപ്പോർഷൻ ഒന്നും ചെയ്യണ്ട. ബട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പോസ്റ്റ് അക്വസിഷൻ പീരീഡ് നോക്കണം. ലെറ്റ്സ് സേ ഇപ്പോൾ 6 മാസമായുള്ളൂ നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എമൗണ്ട്സിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു മന്ത്ലി അപ്പോർഷൻ ഇട്ട് 100% എല്ലാ വാല്യൂസും ഇപ്പൊ 6 മാസത്തേക്ക് ഞാൻ അലക്കേറ്റ് ചെയ്തിട്ട് വേണം അപ്പോർട്ട് ചെയ്യാൻ. മനസ്സിലായോ? അപ്പൊ ഫസ്റ്റ് നിങ്ങളുടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കൺസൾട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അൺലൈക്ക് അസറ്റ് ഓർ ലയബിലിറ്റി ഇക്വിറ്റി എന്നുള്ള രീതിയിൽ നമ്മൾ ഫുൾ എടുക്കുകയല്ല ചെയ്യേണ്ട. 100% മൊത്തം എടുക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് അക്വിസിഷൻ പീരീഡിലേക്ക് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ്. യെസ്. സോ ഇത് ചെയ്തതിന് ശേഷം ഇനിയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, പേരന്റ് ആൻഡ് സബ്സിഡി തമ്മിൽ എന്തെങ്കിലും ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് കാണും. അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പിനെ സംബന്ധിച്ചോളം അങ്ങനെ സെയിൽസ് ഇല്ല. സോ ദാറ്റ് ഇൻട്രാ ഗ്രൂപ്പ് സെയിൽസ് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ രണ്ടിടത്തുനിന്നും കുറയ്ക്കാം. Then ആര് വിറ്റാലും there is unrealized profit. So then unrealized profit needs to get added back. നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസിലോട്ട് എന്ത് ചെയ്യും? അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യും. സോ ഇവിടെ മെയിൻ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്ന ഇവിടാണ്. സോ മെയിൻ അഡ്ജസ്റ്റ്മെന്റ് വിൽ ഹാപ്പൻ ഹിയർ. There is പേരന്റ് 100% പ്ലസ് സബ്സിഡിന്റെ 100% പോസ്റ്റ് അക്വിസിഷൻ പീരീഡ് മൈനസ് ഇന്റർ ഗ്രൂപ്പ് സെയിൽസ് ഉണ്ടെങ്കിൽ റവന്യൂന്നും കോസ്റ്റ് ഓഫ് സെയിൽസിനും കുറയ്ക്കുക. എന്നിട്ട് PRP ആഡ് ചെയ്യുക. ഇറസ്പെക്റ്റീവ് ഓഫ് ഹൂ ദി സെല്ലർ നമ്മൾ PRP ആഡ് ബാക്ക് ചെയ്യും. കാരണം എന്താ? ആര് വിറ്റാലും ഇൻവെന്ററി ഓവർ സ്റ്റേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. സോ വി ഹാവ് ടു അഡ്ജസ്റ്റ് ഇറ്റ്. ഓക്കെ ആണോ? Any difference? ഇതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഉണ്ടോ മക്കളെ? സോ ഇനിയും നമ്മുടെ അഡ്ജസ്റ്റ്മെന്റ്സ് നമ്മൾ പിന്നെ അഡീഷണലി കാണിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. നമ്മുടെ അസോസിയേറ്റിന്റെ പ്രോഫിറ്റ് എന്താണോ അതിന്റെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് PBTക്ക് തൊട്ട് മുമ്പ്, നമ്മുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സിന് തൊട്ട് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഷോ ഇറ്റ് ഇൻ ഫോർ കൺസോളിഡേറ്റഡ് P&L. അത് നിങ്ങൾ ഓർക്കുക. ആൻഡ് വൺസ് യു കാൽക്കുലേറ്റ് ദിസ് പർട്ടിക്കുലർ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്താ? We need to split it. ആ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? We have to split. ഓക്കെ, ആ ഗ്രൂപ്പിന്റെ പ്രോഫിറ്റ് ആണത്. ആ ഗ്രൂപ്പിന്റെ പ്രോഫിറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഷെയർ ഓഫ് പേരന്റ് ആൻഡ് ഷെയർ ഓഫ് NCA നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ NCAന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പെട്ടെന്ന്. എങ്ങനെയാ? പ്രോഫിറ്റ് ഓഫ് സബ്സിഡി എന്താന്ന് നോക്കുക.
അത് ഇൻറ്റു എൻ സിന്റെ പെർസെന്റേജ് ഇതാണ്. കാരണം സബ്സിഡിക്ക് 6 പ്രോഫിറ്റിന്റെ ഷെയർ മാത്രമേ കിട്ടത്തുള്ളൂ. സോറി, എൻ സിക്ക് 6 പ്രോഫിറ്റിന്റെ ഷെയർ മാത്രമേ കിട്ടത്തുള്ളൂ. സബ്സിഡിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ സബ്സിഡീസ് പ്രോഫിറ്റ് എന്താണോ ഇൻറ്റു എൻ സിന്റെ പെർസെന്റേജ് ചെയ്യുക. ദെൻ ബാലൻസ് എമൗണ്ട് ആയിരിക്കും അങ്ങോട്ട് പോകുന്നത്, പേനിലോട്ട് പോകുന്നത്. അപ്പോൾ whenever we calculate group profit, അതിന് നമ്മൾ എന്ത് ചെയ്യണം? We have to allocate it. അതിൽ പേരന്റിന്റെ പോർഷൻ എത്ര, അതേപോലെ എൻ സിന്റെ പോർഷൻ എത്ര നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പോൾ നമ്മൾ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നേ? ഷെയർ ഓഫ് എൻ സി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാ? എൻ സിക്ക് സബ്സിഡിന്റെ പ്രോഫിറ്റിന്റെ ഷെയർ മാത്രമേ കിട്ടത്തുള്ളൂ. ബാക്കി ബാലൻസ് എമൗണ്ട് ആയിരിക്കും ആരുടെ? ആ പേരന്റ് വരുന്നുണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ? Okay, so finally നമ്മൾ ഗ്രൂപ്പിന്റെ പ്രോഫിറ്റ് കണ്ടുപിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? We have to split between parent and NCA. അപ്പോൾ നമുക്കറിയാം NCAക്ക് 6 പ്രോഫിറ്റിന്റെ ഷെയർ മാത്രമേ എടുത്തുള്ളൂ. സബ്സിഡിന്റെ ഇൻഡിവിജ്വൽ FSലോട് നിങ്ങൾ നോക്കുക. സബ്സിഡിന്റെ ഇൻഡിവിജ്വൽ FSൽ പ്രോഫിറ്റ് കാണും അല്ലെ? ആ പ്രോഫിറ്റിന്റെ ഷെയർ മാത്രമല്ല NCAക്ക് പോകത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ ആ പ്രോഫിറ്റിന്റെ ഷെയർ ഓഫ് NCA എടുക്കുക. സോ യു വിൽ ഡയറക്ട്ലി ഗെറ്റ് ഇറ്റ് ദാറ്റ് എമൗണ്ട്. എത്രയാണ് NCAന്റെ പ്രോഫിറ്റ് ഷെയർ എന്ന് കിട്ടും. അപ്പൊ ടോട്ടൽ എമൗണ്ടിൽ NCAയുടെ എമൗണ്ട് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ബാലൻസ് എമൗണ്ട് എന്തായിരിക്കും? പേരന്റിന്റെ ആയിരിക്കും. Is it clear everyone? In the same way, നമ്മൾ എന്തും ചെയ്യും? We'll do it for OCA as well. OCAക്ക് നമ്മൾ സെയിം സംഭവം ചെയ്യും. അവിടെ OCAന്റെ ഷെയർ ആയിരിക്കും എടുക്കുന്നത്. ബാലൻസ് ഫിഗർ ആർക്ക് പോകും? പേരന്റിന് പോകും. ഓക്കെ ആണോ? സോ ഇവിടെ നമ്മൾ ജസ്റ്റ് ഓർക്കേണ്ടത് ആ 6/12 ഉണ്ടെങ്കിൽ 6/12 ചെയ്യാന്നുള്ളത് കേട്ടോ. സോ നമ്മുടെ അടുത്ത് നമ്മൾ ആ മന്ത്ലി അപ്പോർഷനും കൂടെ ചെയ്യേണ്ടി വരും. ഓക്കെ, മൈക്രോസിന് ശേഷമുള്ളൂ NCA വരത്തുള്ളൂ. അപ്പോൾ സപ്പോസ് മന്ത്ലി അപ്പോർഷൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യും. ഇതാണ് ഓവറോൾ ഒരു ഫോർമാറ്റ്. ഓക്കെ, അപ്പൊ മെയിൻലി നിങ്ങൾക്ക് അറിയേണ്ടത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി. ഒന്ന് റവന്യൂ, ദെൻ സെയിൽസ്, ദെൻ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഓഫ് അസോസിയേറ്റ്. ഈ ഐറ്റംസ് ഒക്കെ എവിടെ വരുമെന്നൊന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണോ മക്കളെ? ആ ബേസിക് ഫോർമാറ്റ് ക്ലിയർ ആണോ? Can you reply in the chat? Okay, so ഒരു 5 minutes break എടുത്തോ. After that we'll do the questions. ഇത് ഈ ബേസിക് ഗ്രൂപ്പ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. Come back by 8:35. റെക്കോർഡിംഗ് ഒന്ന് പോസ് ചെയ്യണം. ബേസിക് IFRS 3യുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ റിവിഷൻ കിറ്റിലൂടെ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 തൊട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എന്താണ്? ഓക്കെ, നിങ്ങളുടെ BPA കിറ്റിൽ ക്വസ്റ്റ്യൻ നമ്പർ 11 തൊട്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാം പാസ് പേപ്പേഴ്സും ഉണ്ട്. സോ ഫസ്റ്റ് വൺ ഇസ് ലൈക്ക് ഇറ്റ്സ് വെരി ഓൾഡ്, 2012 ക്വസ്റ്റ്യൻ ആണ്. അത് ഇപ്പോഴത്തെ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, can start doing the questions from question number 12. Question number 12 നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തതാണ്. You can just roughly discuss each and every questions. Okay, or ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. So first, ഇതൊരു September 2018 ക്വസ്റ്റ്യൻ ആണ്. It is from basic group structure, that is IFRS 3 എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ റിക്വയർമെന്റ് എന്താന്ന് നോക്കി.
how goodwill should have been calculated, showing the accounting entry which is required to amend the finance director's error, and why equity accounting was appropriate for strawberry company, and gain or loss of strawberry company എങ്ങനെ അക്കൗണ്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ 3 questions ആണ് ഇവിടെ ഉള്ളത്. സോ ഫസ്റ്റ് വി ക്യാൻ ചെക്ക് ഇറ്റ് അപ്പ്. നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ട് ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്താൽ എന്താണ് എറർ എന്നുള്ളത് നോക്കാം, വിച്ച് ഇസ് ഫോർ 8 മാർക്സ്. അപ്പോൾ അത് കാൽക്കുലേഷൻ മാത്രമാണോ അവർ ചോദിച്ചേക്കുന്നത്? അല്ല, ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്ന് പറയണം. ആൻഡ് അക്കൗണ്ടിങ് എൻട്രീസും പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു എന്നുള്ളതും എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് അക്കൗണ്ടിങ് എൻട്രീസ് ആസ് വെൽ. So just read that first exhibit number 1 ഒന്ന് വായിച്ചു പോട്ടെ. അക്കൗണ്ടിങ് എൻട്രീസ് മാത്രമാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. എന്നാ മോനെ? ന്യൂ ചേഞ്ചസ് വന്നതില് അക്കൗണ്ടിങ് എൻട്രീസ് മാത്രമാണ് വരുന്നത്, അല്ലെങ്കിൽ പോസ്റ്റിംഗ് നമ്മൾ ചെയ്യേണ്ടി വരും? അക്കൗണ്ടിങ് എൻട്രീസ് മാത്രമാണോ വരുന്നത്? അല്ലെങ്കിൽ അത് പോസ്റ്റ് ചെയ്യണം വിളിക്കണം. നമുക്കൊരു എന്ത് ചെയ്യേണ്ടി വരും? ഇപ്പോഴത്തെ ഒരു മോഡൽ വെച്ചിട്ട് they will ask you to post it. നമ്മുടെ FSൽ അത് ചെയ്യേണ്ടി വരും. സൂം ചെയ്യും. അറ്റൻഡാ. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ മോഡലിലാണെങ്കിൽ ആഫ്റ്റർ മേക്കിംഗ് ദിസ് അഡ്ജസ്റ്റ്മെന്റ് അവരൊരു പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റ് തന്നിട്ടുണ്ടായിരിക്കും. സോ അതിൽ ഇതിന്റെ ഇമ്പാക്ട് കാണിക്കാനാണ് പറഞ്ഞത്. അക്വേഷൻ ഓഫ് ഗ്രേപ്പ്, ഇപ്പോൾ ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷൻ കാണിക്കണം, ഇൻവെസ്റ്റ്മെന്റ് സ്ട്രോബെറി, അതേപോലെ ബോണ്ടിന്റെ വാല്യൂ, ഇതെല്ലാം നമ്മുടെ ഒരു പ്രീ പോപ്പുലേറ്റഡ് സ്പ്രെഡ്ഷീറ്റ് തന്നിട്ടുണ്ട്. ആ റെസ്പോൺസിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് സെനാരിയോയിൽ നമ്മൾ ചെയ്തതിന്റെ എല്ലാം ഇമ്പാക്ട് എന്താണ് FSലുള്ളത് കാണിക്കണം. അതിനാണ് 10 മാർക്സ് കിട്ടുന്നത്. യെസ്. ഇപ്പൊ പ്രീവിയസ് സെറ്റിംഗ്സിൽ നിന്ന് വന്നിട്ട് ചേഞ്ച് ഇതാണ്. അപ്പൊ നമ്മൾ ചെയ്ത എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സിന്റെയും ഒരു ഇമ്പാക്ട് ഓൺ FS നമ്മൾ കാണിച്ചു പോകണം. ഓക്കെ, സോ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചോ. എക്സിബിറ്റ് നമ്പർ 1 ഒന്ന് വായിച്ചേ. സോ ഇവിടെ ഗുഡ്വില്ലിന്റെ കേസിൽ എന്തൊക്കെയാണ് മക്കളെ നമുക്ക് കറക്ഷൻ വരുന്നത്? So they have told that net asset value വന്നിട്ടുണ്ട് 70. 80% ആണ് banana companies acquired in grape. And if you're looking at the further details, purchase consideration നമ്മൾ 10 million ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. 10 million ഷെയർസിന്റെ പർച്ചേസ് കൺസിഡറേഷൻ എത്രയാണ്? comprised of 10 million. ഷെയർ ആണ് കൊടുക്കുന്നത് 10 million shares. It is worth 6.8 shares per each. അപ്പൊ അത് അവർ കറക്റ്റ് ആയിട്ടാണ് എടുത്തേക്കുന്നത് അല്ലെ? ഷെയർ കൺസിഡറേഷൻ 68 million എടുത്തേക്കുന്ന കാൽക്കുലേഷൻ കറക്റ്റ് ആണ്. ഓക്കെ, സോ there is no issue with that. An additional cash of 80 million was due to be paid on 30 June 2009. So which is almost ഒരു 2 yearsന് ശേഷമാണ് നമ്മൾ പേ ചെയ്യുന്നത് അല്ലെ? കാരണം അക്വേഷൻ നടക്കുന്നത് എന്നാ 30 June 2007 അത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 2 years കഴിയുമ്പോഴാണ് അവർ ക്യാഷ് കൺസിഡറേഷൻ കൊടുക്കാന്ന് പറയുന്നത്. അത് ഡെഫിനറ്റ് ആയിട്ടും കൊടുക്കുന്നതാണോ? അല്ല. It is based on a condition. If the profit after tax of grape grew by 5% in each of the 2 following years of acquisition. അപ്പോൾ പ്രോഫിറ്റ് കൂടിയാലാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ in that scenario, in a way I can say that ഈ 5% increase എന്ന് പറയുന്നത് എന്തായിരിക്കണം? പ്രോബബിൾ ആയിരിക്കണം. പക്ഷേ the present value of total consideration നമ്മൾ നോക്കുമ്പോൾ ആ 18 million ഫ്യൂച്ചർ പ്രൈസ് ആണ് 18 million. അതിന് ഇന്നത്തെ പ്രസന്റ് വാല്യൂ 16 ആണ്.
And it was felt that there is a 25% chance of meeting this profit target. So in the value നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെങ്കിൽ വാല്യൂ കൺസിഡർ ചെയ്യണോ നമ്മൾ? യെസ്, ആ കണ്ടിജന്റ് കൺസിഡറേഷന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ. യെസ്, ഡെഫിനറ്റ്ലി വി ഹാവ് ടു കൺസിഡർ ദ വാല്യൂ ഓഫ് ദാറ്റ് കൺസിഡറേഷൻ. പക്ഷെ എങ്ങനെയായിരിക്കും നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുന്നത്? ക്യാൻ യു റെക്കഗ്നൈസ് ഇറ്റ് ആസ് 16 million? ഡയറക്ട്ലി പോയിട്ട് എനിക്ക് 16 million എന്ന് പറയാൻ പറ്റുമോ? Can I recognize directly? 16 million എത്ര പെർസെന്റേജ് ആയിരിക്കും ആ എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത്? 25%. So 25% into 16. So 4 million വേണം ഞാൻ എന്ത് കാണിക്കാൻ? കാൽക്കുലേഷനെ കൊണ്ടുവരാൻ. So which is not shown here, we have to include it. Fine. Again, at the acquisition date, only adjustment required to identify net asset was a land which had a fair value of 5 million above its carrying amount. അപ്പോൾ ലാൻഡ് ഉണ്ടായിരുന്നു, ആ ലാൻഡിന്റെ ഫെയർ വാല്യൂ എത്രയാണ്? വിച്ച് ഇസ് 5 million above its carrying amount എന്ന് പറഞ്ഞു. വിച്ച് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ നെറ്റ് അസറ്റ് കാൽക്കുലേഷൻ. നമ്മൾ എന്ത് ചെയ്തില്ല? നെറ്റ് അസറ്റിന്റെ കാൽക്കുലേഷൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണ്ടേ? അപ്പോ 70 എന്നുള്ളത് എന്താവും? 70 എന്നുള്ളത് ഒരു 75 ആവും, റൈറ്റ്? പ്രൊപ്പോർഷനും മാറും. So the finance director does not take into account of contingent cash since it was not probable that it would be paid. And additionally, the NCA is measured using proportionate method despite the group having a published policy to measure NCA at fair value. So ഗ്രൂപ്പിന്റെ ഒരു പോളിസി എന്താണ്? NCA നെ എങ്ങനെ മെഷർ ചെയ്യാനാ? The group policy is to measure NCA at fair value. But ഗ്രൂപ്പിന്റെ പോളിസി NCA ഫെയർ വാല്യൂ മെഷർ ചെയ്യാനാണ്. സോ ദ ഷെയർ പ്രൈസ് ഓഫ് ഗ്രേപ്പ് അറ്റ് അക്വിസിഷൻ ഡേറ്റ് ഈസ് 4.25. അപ്പോൾ ഫെയർ വാല്യൂ മെഷർ ചെയ്യുമ്പോൾ എങ്ങനെ വേണം കാൽക്കുലേഷൻ വരാൻ? ഇവരിവിടെ പ്രൊപ്പോർഷനായിട്ട് എടുത്തേക്കുന്നത് 20% ഓഫ് 17 million അങ്ങനെ എടുത്തേക്കുന്നത്. പക്ഷെ ശരിക്കും പ്രൊപ്പോർഷനേറ്റ് മെത്തേഡാണോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? അല്ല, വി ഹാവ് ടു യൂസ് ഫെയർ വാല്യൂ. ഫെയർ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആ സബ്സിഡി കമ്പനിയുടെ മൊത്തം ഷെയറിൽ NCA എത്ര ഷെയർ അക്വയർ ചെയ്യുന്നു നോക്കുക. ഓക്കെ, മൊത്തം അവർക്ക് 20 million ഷെയർസ് ഉണ്ട്. അതിന്റെ 80% ആണ് ബനാന അക്വയർ ചെയ്യുന്നത്. അപ്പൊ NCA എത്ര ആയിരിക്കും അക്വയർ ചെയ്യുന്നത്? 20%. So 20 into 20 million, which is 4 million. Right? 4 million shares. 10 million shares എന്ന് പറയുന്നത് 10 million shares acquire ചെയ്യുന്നതല്ല. അങ്ങനെയാണോ പറഞ്ഞത്? പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് ബനാനയുടെ 10 million ഷെയർ അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അത് നമ്മൾ അങ്ങോട്ട് ഇഷ്യൂ ചെയ്ത ഷെയർ ആണ്, അക്വിസിഷന് വേണ്ടി ഇഷ്യൂ ചെയ്ത ഷെയർ ആണ്. ശരിക്കും ഗ്രേപ്പ് കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്? 20 million ആണ്. ഈ ഷെയർ വർത്ത് $1. അപ്പൊ ടോട്ടൽ 20 million ഷെയർസ് ഉണ്ട്. അതിൽ 80% നമ്മൾ അക്വയർ ചെയ്തു. അപ്പൊ 4 million ആണ് NCAക്ക് പോകുന്നത്. അതിന്റെ ഫെയർ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം? 4 million into 4.25. അപ്പൊ ഇത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത് നോക്കിയേ. ഫസ്റ്റ് വൺ ഷെയർ കൺസിഡറേഷൻ, അതിൽ വ്യത്യാസമൊന്നുമില്ല. എത്ര വരുന്നുണ്ടത്? 10 million into 6.8, 68 വന്നു. അതുകൂടാതെ നമ്മൾ എന്തുകൂടെ കൺസിഡർ ചെയ്യണം? കണ്ടിജന്റ് കൺസിഡറേഷൻ. എന്താണ് കണ്ടിജന്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 4 million. അതിന്റെ വാല്യൂ മാറും. അപ്പൊ കണ്ടിജന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന എത്ര ക്യാഷ് ആണ്? 4 million. 16 million ആണ് അതിന്റെ ഫ്യൂച്ചർ പേയ്മെന്റ് പ്രസന്റ് വാല്യൂ. പക്ഷെ അതിന്റെ ചാൻസ് എത്രയേ ഉള്ളൂ? 25%. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്ത? പ്രസന്റ് വാല്യൂ ഓഫ് കൺസിഡറേഷൻ എടുക്കുക, അത് ഇൻറ്റു അതിന് എന്തെടുത്തു? പ്രോബിലിറ്റി പെർസെന്റ് എടുക്കും. സോ ഇറ്റ്സ് ലിറ്റിൽ ലൈക്ക് അതിന്റെ റെസ്പെക്റ്റഡ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെ? സോ ടോട്ടൽ കൺസിഡറേഷൻ വിൽ ബി 68 plus 4. നൗ ഇതിന് എന്ത് കുറയ്ക്കാം? ഇതിലോട്ട് ഇനി നമ്മൾ എന്താ ആഡ് ചെയ്യും? പ്ലസ് ഫെയർ വാല്യൂ ഓഫ് NCA വരും. എത്രയാണ്? 4 million shares ആണ് നമ്മൾ അക്വയർ ചെയ്യുന്നത്. ആൻഡ് ഈച്ച് ഷെയർ ഈസ് വർത്ത് ഹൗ മച്ച്? 4.25 എന്ന് പറയുന്നുണ്ട്.
So it will be 4 into 4.25. 17 വന്നു. So 72 minus 72 plus 17. ഇതാണ് നമ്മുടെ ടോട്ടൽ കൺസിഡറേഷൻ വരുന്നുണ്ടാവുക 89 ലെസ് ദ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ്. ബുക്സിൽ അതിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? ക്യാരിങ് വാല്യൂ 70. ആണ്. പ്ലസ് ഒരു ലാൻഡ് കൂടെ വരും 5. 5 million. So total it will be 75. So therefore goodwill എത്രയാണ്? 14. Goodwill will come. Goodwill എത്രയാണ്? 14 million. Is it clear everyone? Okay ആണോ മക്കളെ? So ഇതിപ്പോ നമ്മൾ ഡ്രാഫ്റ്റിലോട്ട് ആക്കുന്ന സമയത്ത് what will be the change? ഡ്രാഫ്റ്റ് വരുമ്പോൾ ചേഞ്ച് എന്താ? ഇത് നമ്മൾ ആ പ്രീ പോപ്പുലേറ്റഡ് എഫേഴ്സിൽ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്ത് കാണിക്കും. സോ അതെങ്ങനെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നോക്കാം. സോ ഡ്രാഫ്റ്റില് നമ്മുടെ ഗുഡ്വില്ല് ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നുണ്ടോ? സോ ഗുഡ്വിൽ വിൽ ബിക്കം $40 million ആണ് ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ്. സോ അഡ്ജസ്റ്റ്മെന്റ് എവിടെ വരും? That will be shown in your books. ആ ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ വരും. ഓക്കെ ആണോ? എന്നാടാ? ഇയർ ബൈ ഇയർ കാണിക്കുന്നുണ്ട്. ഇയർ ബൈ ഇയർ കാണിക്കുന്നതല്ല, ഓരോ പല അഡ്ജസ്റ്റ്മെന്റ്സ് കാണും. അപ്പോൾ ഓരോരോ അഡ്ജസ്റ്റ്മെന്റ്സ് എടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നോക്കുവാണെങ്കിൽ ഗുഡ്വിൽ എത്ര കാണിച്ചത്? 12 million ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും കാണിച്ചു പോകുന്നുണ്ടാവും. 2 million അഡ്ജസ്റ്റ്മെന്റ് മാത്രം കാണിച്ചാൽ മതി. കാരണം 14 ഓൾറെഡി 12 ചെയ്തിട്ടുണ്ടായിരിക്കും, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? പിന്നെ അതിന്റെ കൂടെ നമ്മൾ അതേപോലെ കണ്ടിജന്റ് കൺസിഡറേഷൻ അവർ എന്ത് ചെയ്തിട്ടില്ല? ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് ഡ്രാഫ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം അവര് ചെയ്തതിനകത്തിൽ എന്ത് കാണത്തില്ല? കണ്ടിജന്റ് കൺസിഡറേഷൻ കാണത്തില്ല. അപ്പൊ നമ്മൾ ലയബിലിറ്റിയിൽ എന്ത് കാണിക്കും? ഒരു കണ്ടിജന്റ് കൺസിഡറേഷൻ കൊണ്ട് ഇൻക്ലൂഡ് ചെയ്യും. നോൺ കറന്റ് ലയബിലിറ്റിയിൽ ഇപ്പോൾ ഒരു 4 million. അതെന്താ? 25% ഓഫ് 16. ആ 4 million അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? അത് കണ്ടിജന്റ് കൺസിഡറേഷനെയാണ്. ഓരോ അഡ്ജസ്റ്റ്മെന്റും എന്താണെന്ന് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്തിന്റെയാണ്? അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 1 എന്താണ്? കണ്ടിജന്റ് കൺസിഡറേഷൻ. അഡ്ജസ്റ്റ്മെന്റ് നമ്പർ 2 NCA. NCA എത്രയാണ്? NCAന്റെ വാല്യൂ എത്ര നമ്മളിവിടെ കാണിച്ചേ? അവര് കാണിച്ചത് എത്ര ഉള്ളായിരുന്നു? 14 ഉള്ളായിരുന്നു. 14 നമ്മൾ എത്ര ആക്കി? 14 വാല്യൂ നമ്മൾ ഇൻക്രീസ് ചെയ്തു NCAയുടെ, അല്ലേ? അവര് കാണിച്ച NCAയുടെ വാല്യൂ എത്ര ഉള്ളു മക്കളെ? 14 million അല്ലേ ഉള്ളായിരുന്നു, അല്ലെ? ആ 14 ഇപ്പം നമ്മൾ കറക്റ്റ് ആയിട്ട് വാല്യൂ കണ്ടുപിടിച്ചപ്പോ എത്ര വന്നത്? 17 ആയി. ഇൻക്രീസ് വന്നേ
ഇൻക്രീസ് വന്ന എത്രയാണ്? 3 million. 3 million. അപ്പൊ 3 million അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മളോട് കൊടുത്തത്. മനസ്സിലായോ? സോ 3 million അഡ്ജസ്റ്റ്മെന്റ് ആണ് വേണ്ടി കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ കണ്ടിജന്റ് കൺസിഡറേഷനും ഓരോ രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം 4 million കണ്ടിജന്റ് കൺസിഡറേഷൻ ഗുഡ് വില്ലോട്ട് ഇൻക്രീസ് ആയി. പിന്നെ NCA കൂടുമ്പോഴും ഗുഡ് വിൽ അഗൈൻ വിൽ ഇൻക്രീസ് ബൈ 3 million. അങ്ങനെ ഓരോ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ ദെൻ ദ സെയിം വേ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്തിന്റെയാ? ലാൻഡിന്റെ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ നെറ്റ് അസറ്റ്സ് കൂടുമ്പോൾ ഗുഡ് വിൽ കുറയും. അതുകൊണ്ടാണ് ഇവിടെ ഗുഡ് വില്ലിൽ നിന്ന് കുറച്ചേക്കുന്നത്. അപ്പൊ നെറ്റ് ഇമ്പാക്ട് ഓൺ ഗുഡ് വിൽ എന്താ വന്നേ നോക്കിയേ. 47 ഗുഡ് വിൽ എത്രയായി? ബുക്സിൽ 49 ആയി. മനസ്സിലായോ? കാരണം ഓവറോൾ ഇൻക്രീസ് ഇൻ ഗുഡ് വിൽ എത്രയായിരുന്നു? അവര് കണ്ടുപിടിച്ച പ്രകാരം ഗുഡ് വില്ലിന്റെ വാല്യൂ എത്ര? ഗുഡ് വില്ലിന്റെ വാല്യൂ എത്രയായിരുന്നു? 12 million ആയിരുന്നു. അതിൽ നിന്ന് നമ്മൾ ടോട്ടൽ നെറ്റ് എഫക്ട് ചെയ്ത് നോക്കിയപ്പം ഗുഡ് വിൽ ഹാസ് ഇൻക്രീസ് ബൈ 2 million. 14 ആയി. അപ്പൊ അതിന്റെ ഇമ്പാക്ട് നമ്മൾ എങ്ങനെ കാണിക്കണം? ത്രൂ ഔട്ട് ദ എക്സ്ട്രാക്ട് വേണം നമ്മൾ കാണിക്കാൻ. അപ്പൊ ഗുഡ് വില്ല് 3 അഡ്ജസ്റ്റ്മെന്റ് ആണ് നമ്മളോട് ചെയ്തത്. ഒന്ന് കണ്ടിജന്റ് കൺസിഡറേഷനെ കൊണ്ടുവന്നു, പിന്നെ NCAന്റെ അഡ്ജസ്റ്റ്മെന്റ് വന്നു, പിന്നെ ഫെയർ വാല്യൂന്റെ അഡ്ജസ്റ്റ്മെന്റ് വന്നു. അപ്പൊ നെറ്റ് അസറ്റിന്റെ വാല്യൂ കൂടുമ്പോൾ ഗുഡ് വില്ല് കുറയും. നമ്മൾ കൊടുക്കുന്ന കൺസിഡറേഷന് NCAന്റെ ഒക്കെ വാല്യൂ കൂടുമ്പോൾ ഗുഡ് വിൽ അനുസരിച്ച് കൂടും. അപ്പൊ ഇത് മൂന്നിന്റെയും കൂടെ നെറ്റ് ഇമ്പാക്ട് ആണ് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് ഗുഡ് വില്ല് വന്നിട്ടുണ്ടാവുക. പിന്നെ പറഞ്ഞോ. നമ്മളിങ്ങനെ ഈ അഡ്ജസ്റ്റ്മെന്റ് 1 2 3 4 5 6 അങ്ങനെയൊന്നും എഴുതണ്ടല്ലോ. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ക്ലിയർ പിക്ചർ കിട്ടും എന്തൊക്കെയാണ് അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. മനസ്സിലായോ? അല്ലെങ്കിൽ പക്ഷെ അപ്പൊ വർക്കിങ്സ് ഒക്കെ നമ്മൾ സാധാരണ റൈറ്റ് സൈഡിലല്ലേ എഴുതുണ്ടാവുക. അപ്പൊ ഭയങ്കരമായിട്ട് ഒന്നെങ്കിൽ വർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഓക്കെ, അല്ലെങ്കിൽ ബെറ്റർ ഇങ്ങനെ ചെയ്തു പോവാം. ദെൻ ഇൻ ദ സെയിം വേ 5 million നമ്മൾ ഇവിടെ കുറച്ചപ്പോ എവിടെ 5 million കൂടി? ലാൻഡ് കൂടിയല്ലോ. അപ്പൊ PPയിൽ 5 million കൂടിയിട്ടുണ്ട്. ഓക്കെ, ഇത് എക്സലിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ എക്സൽ ഓൾറെഡി എവിടെ കാണും? ഈ ഡ്രാഫ്റ്റ് ഓൾറെഡി എവിടെ തന്നിട്ടുണ്ടായിരിക്കും? ക്വസ്റ്റ്യന്റെ പെർഫോമൻസ് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ അങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്ത് കാണിച്ചാൽ മതി. അപ്പോൾ ഷുഡ് ഹാവ് എ ക്ലിയർ പിക്ചർ എന്തിലൊക്കെയാണ് എന്തിന്റെയൊക്കെ ഇമ്പാക്ട് വരുന്നത്. NCA ഇവിടെ 3 million നമ്മൾ ഇത് അഗെയിൻ കൂട്ടിയിട്ടുണ്ട്. നോൺ കറന്റ് ലയബിലിറ്റിയിൽ നമ്മൾ വീണ്ടും ഒരു 4 million കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഓരോന്നും എന്തിന്റെ അപ്പോ ഓൾമോസ്റ്റ് 1 2 3 ഫസ്റ്റ് 3 അഡ്ജസ്റ്റ്മെന്റ്സും എക്സിബിറ്റ് നമ്പർ 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് 3 അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഓവറോൾ ഇമ്പാക്ട് ഓൺ FS നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഒരു ക്ലിയർ ഐഡിയ സ്റ്റുഡൻസിന് വരിക എന്നുള്ളതാണ് ഈ ഒരു ചേഞ്ച് ഇൻ ഫോർമാറ്റിന്റെ മെയിൻ ഒരു ഉദ്ദേശം. ഇപ്പൊ പണ്ട് എല്ലാവരും ഗുഡ് വില്ലിംഗ് ആക്ടിവിറ്റി അങ്ങ് പോകത്തേ ഉള്ളായിരുന്നു SBRന്റെ പഴയ ഒരു വേർഷൻ മാത്രം. സോ നൗ വി ഗോട്ട് എ ബെറ്റർ പിക്ചർ. അതിൽ എന്തൊക്കെയാണ് ഇമ്പാക്ട് വരുന്നതെന്നൊരു ക്ലിയർ പിക്ചർ കിട്ടും. ഓക്കെ ആണോ മക്കളെ? ബേസിക് ഗ്രൂപ്പ്സിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് മനസ്സിലായോ? സോ ഇറ്റ് വിൽ ബി റിലേറ്റ് ടു ഗുഡ് വിൽ കാൽക്കുലേഷൻ. ഫണ്ടമെന്റലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഗുഡ് വിൽ കാൽക്കുലേഷൻ തന്നെ ആയിരിക്കും. തിയറി ഡിസ്കഷൻ പാർട്ട് എവിടെ? എന്താ പറയാ? തിയറി ഡിസ്കഷൻ പാർട്ട് ചോദിക്കുന്നതിന് എക്സ്പ്ലനേഷൻ മാറിയിട്ട് അവര് കൂടുതൽ എന്താണ് ഇപ്പൊ ചോദിക്കുന്നത്? പെർഫോം ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് ഒരു 8 to 10 മാർക്സ് നിങ്ങൾ ചെയ്യുന്ന എക്സിബിറ്റിലെ അഡ്ജസ്റ്റ്മെന്റ്സിനും മാർക്സ് വരുവാണ് നിങ്ങൾ FSലേക്ക് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ. സോ എക്സ്പ്ലനേഷന്റെ ഭാഗത്തൊന്ന് കുറയും. ബിക്കോസ് സിൻസ് യു ആർ മേക്കിംഗ് ദ ഡ്രാഫ്റ്റ്, നിങ്ങൾ ആ ഡ്രാഫ്റ്റ് FS പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട്. സോ ഇതായിരുന്നു ആക്ച്വലി അന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഉള്ള വെയിറ്റേജ്. സോ അതിൽ നിന്ന് ആ സെയിം ക്വസ്റ്റ്യൻ ഇപ്പോഴത്തെ ഒരു മോഡലിൽ ചോദിക്കുവാണെങ്കിൽ മോർ വെയിറ്റേജ് വിൽ ബി ഫോർ ദ ഡ്രാഫ്റ്റ്. ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഫ്രോം ഫസ്റ്റ് 1 എക്സിബിറ്റ്. ആ 3 എക്സിബിറ്റിന്റെയും നെറ്റ് ഇമ്പാക്ട് വരണം ഡ്രാഫ്റ്റിനകത്ത്. ഒരു ബെറ്റർ പിക്ചർ ഉണ്ടായിരിക്കാം. ഓക്കെ, ബേസിക് ഗ്രൂപ്പ്സിൽ നമുക്കൊരു ക്വസ്റ്റ്യനോട് ചെയ്യാം.
Sir, വേറൊരു കാര്യം. എന്നാണോ ഇത് റിലേറ്റഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ SBR? എത്തിക്സ് ആണ്. എത്തിക്സ് എത്തിക്സ് പ്ലസ് എന്തെങ്കിലും? ഇല്ല, എത്തിക്സ് പ്ലസ് ഇല്ല. അക്കൗണ്ടിങ് ഇഷ്യൂ കാണും. ഏതൊരു സ്റ്റാൻഡേർഡ് 2-3 സ്റ്റാൻഡേർഡിന് 2-3 സെനാരിയോ വരും. അതിൽ എത്തിക്കൽ ഇഷ്യൂ കൂടെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ സ്റ്റാൻഡേർഡ് എന്ത് വേണേലും വരാം. ഇറ്റ് ക്യാൻ ബി മോസ്റ്റ്ലി ലൈക്ക് ഒരു പ്രോഫിറ്റിനെ ഒക്കെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഫ്രോഡ്സ് കൂടുതൽ ചാൻസസ് ഏത് സ്റ്റാൻഡേർഡ്സിലാണോ, അല്ലെങ്കിൽ കൂടുതൽ മാനിപ്പുലേഷൻ ഒക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള സ്റ്റാൻഡേർഡ് ആണോ അവിടെ ആയിരിക്കും ഇത് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ സ്റ്റാൻഡേർഡ് ഏത് വരാം എന്നുള്ളത് നമുക്കൊരു പ്രഡിക്ഷൻ ഇല്ല. ഇറ്റ് ക്യാൻ ബി എത്തിക്സ് വരുന്ന മറ്റേ ഒബ്ജക്ടിവിറ്റി അതല്ലേ? എത്തിക്സ് എപ്പോഴും ഒരു അക്കൗണ്ടിങ് പെർസ്പെക്റ്റീവിൽ എത്തിക്സ് ക്വസ്റ്റ്യൻസ് അക്കൗണ്ടന്റിന്റെ ഒബ്ജക്ടിവിറ്റിനെ അഫക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കോമ്പീറ്റൻസ്, സെൽഫ് ഇൻട്രസ്റ്റ്, ഈ 3 ത്രെട്ടൊക്കെ മിക്കവാറും വരത്തുള്ളൂ. സെൽഫ് റിവ്യൂ, സെൽഫ് ഇൻട്രസ്റ്റ് ആ ത്രെട്ടിലേക്കൊക്കെ പോകുമോ? സെൽഫ് ഇൻട്രസ്റ്റ് വരാം. സെൽഫ് ഇൻട്രസ്റ്റ് ത്രെട്ട് വരാം. കാരണം പുള്ളിയുടെ സാലറി, ബോണസ് ഒക്കെ ആണെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ് വരാം. സെൽഫ് റിവ്യൂ ത്രെട്ടിലേക്ക് പോകുന്ന വളരെ ചെറിയ ചാൻസേ ഉള്ളൂ. ഇപ്പോൾ സെൽഫ് റിവ്യൂ ത്രെട്ടൊക്കെ ഇവിടെ വരുന്നത് മേ ബി നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ സജസ്റ്റ് ചെയ്യുവാണ്, അപ്പൊ അതിലെ മിസ്റ്റേക്സ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഹൈഡ് ചെയ്ത് വെക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലെഡ്ജർ സിസ്റ്റം കൊണ്ടുവന്നു, കാരണം ആ സിസ്റ്റത്തിനകത്ത് നമുക്ക് കുറെ ഫ്രോഡ്സ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് എ സെൽഫ് റിവ്യൂ എന്നുള്ള രീതിയിലോട്ട് വരാം. അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒബ്ജക്ടിവിറ്റി അല്ലെങ്കിൽ സെൽഫ് ഇൻട്രസ്റ്റ്, അതർവൈസ് ലാക്ക് ഓഫ് പ്രൊഫഷണൽ കോമ്പീറ്റൻസ്. അപ്പോൾ നമുക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ടാണ് ആ മിസ്റ്റേക്ക് വരുന്നതെങ്കിൽ ഇറ്റ്സ് ലൈക്ക് പ്രൊഫഷണൽ കോമ്പീറ്റൻസ് ആയിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവുക, കോംപ്രമൈസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ഈ ഒരു പാർട്ട് വായിച്ചു, അക്വസിഷനും പിന്നെ ഇമ്പയർമെന്റ് പാർട്ടും. ഇതും കൺസൾട്ടേഷന്റെ ആ ഒരു ബേസിക് കൺസൾട്ടേഷൻ ഏരിയ ആണ്. IFRS 3 IFRS 3 business combination, contingent consideration should be included. അങ്ങനെ തിയറി നമ്മൾ എഴുതണം. എഴുതണം. IFRS 3 ഗുഡ്വിൽ കാൽക്കുലേഷന്റെ കേസിൽ ആ തിയറി എഴുതണം. ആസ് പെർ IFRS 3 ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, കണ്ടിജന്റ് കൺസിഡറേഷൻ കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു നോളജ് പാർട്ട് നിങ്ങൾ എഴുതണം. കാൽക്കുലേഷന്റെ ശേഷം ജസ്റ്റ് റീഡ് ദിസ് ക്വസ്റ്റ്യൻ. ഇതിൽ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ ഇമ്പയർമെന്റും ഉണ്ട്. സോ ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. ഹലോ, പറഞ്ഞു. ആ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നമ്മള് ഷെയർ കൺസിഡറേഷനിൽ ഫസ്റ്റ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? അല്ല, ഷെയർ കൺസിഡറേഷൻ ആകുമ്പോ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ? ഷെയർ കൺസിഡറേഷൻ അത് ഓൾറെഡി അവർ കറക്റ്റ് ആയിട്ട് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാത്തത്. സപ്പോസ് അവർ അഡ്ജസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മളത് ഇക്വിറ്റിയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നതിന്, പേരന്റിന്റെ ഇക്വിറ്റി നമ്മൾ എന്ത് ചെയ്യേണ്ടി വന്നതിനെ, ഇൻക്രീസ് ചെയ്യേണ്ടി വന്നതിന്. നോമിനൽ വാല്യൂ ഷെയർ ക്യാപിറ്റലോട്ടും പോകും, എക്സസ് എമൗണ്ട് ഷെയർ പ്രീമിയം മെത്തേഡിലോട്ടും പോകും. പക്ഷെ അവിടെ നമ്മൾ ചെയ്യാഞ്ഞത് അത് അവർ കറക്റ്റ്ലി അക്കൗണ്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് പേരന്റിന്റെ ഇക്വിറ്റിയിൽ മിക്കവാറും അഡ്ജസ്റ്റ്മെന്റ് കാണത്തില്ല. നമ്മൾ FR-ലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ഇൻക്രീസ് ഇവിടെ പോകണം. സോ FP ഇക്വിറ്റി സൈഡിൽ നോമിനൽ എമൗണ്ട് ഷെയർ ക്യാപിറ്റലും പോകും, എക്സസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ പ്രീമിയത്തിലോട്ടും പോകും. പക്ഷെ ഇവിടെ അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, നോമിനൽ വാല്യൂവിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ബിക്കോസ് ദേ ഹാവ് ഓൾറെഡി അഡ്ജസ്റ്റഡ് ഇറ്റ് കറക്റ്റ്ലി. അല്ലായിരുന്നു നമ്മൾ ചെയ്തേനെ കേട്ടോ. അഫ്നാൻ, ഓക്കെ. അപ്പൊ ഇവിടെ ഗുഡ്വിൽ കാൽക്കുലേഷൻ എന്താ വന്നേക്കുന്നത്? ദേ ഹാവ് അഗെയിൻ അക്വയർഡ് ദിസ് കമ്പനി ഫോർ ക്യാഷ് 90 million. ഫെയർ വാല്യൂ NCI 22 ആണ്. ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് 65. Then there is a land, excluding the land എല്ലാം കറക്റ്റ് ആണ്.
ലാൻഡിന്റെ വാല്യൂ കൂടുന്നുണ്ടെന്ന് പറയുന്നു. സോ ലാൻഡിന്റെ കേസിലാണെങ്കിൽ ലാൻഡിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് റെസിഡൻഷ്യൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യാം. റെസിഡൻഷ്യൽ യൂസ് ആക്കുകയാണെങ്കിൽ 24 മില്യൺ വരും. സോ 24 മില്യൺ ആക്കാൻ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ കോസ്റ്റ് ഉണ്ടാവുമായിരിക്കും. എത്രയാണ് ട്രാൻസ്ഫോർമേഷൻ കോസ്റ്റ്? 1 മില്യൺ ഓഫ് കോസ്റ്റ് വരും. ദെൻ അപ്പൊ അത് നെറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും അതിന്റെ ഫെയർ വാല്യൂ എന്ന് പറയുന്നത് അല്ലെ. 24 minus 1 which is 23. The clausant was not intended to convert the site at the acquisition date, had not sought planning permission at that date. Planning permission കിട്ടിയിട്ടില്ല. The depreciated replacement cost of the factory has been correctly calculated at 17.4. അപ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ സബ്സിഡറിനെ അക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ അസറ്റ്സിനെയും ലയബിലിറ്റീസിനെയും എന്ത് ചെയ്യേണ്ടി വരും? ഫെയർ വാല്യൂലേക്ക് റീമെഷർ ചെയ്യേണ്ടി വരും. So this fair value remeasurement should be done as per IFRS 13. Fair value എന്ന് പറയുമ്പോൾ immediately എന്താണ്? IFRS 13 ആണ്. So as per IFRS 13, the land എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് നോൺ മോണിറ്ററി അസറ്റ് ആണ്. അപ്പൊ അതിന്റെ വാല്യൂ നമ്മൾ എപ്പോഴും എടുക്കേണ്ട ഏതായിരിക്കണം? ഹയസ്റ്റ് ആൻഡ് ബെസ്റ്റ് യൂസിൽ വേണം എടുക്കാൻ. സോ ഹയസ്റ്റ് ആൻഡ് ബെസ്റ്റ് യൂസ് എടുക്കുന്ന സമയത്ത് അഗെയിൻ ദേ ആർ സർട്ടൻ കണ്ടീഷൻസ് അല്ലെ. എന്തൊക്കെയാ? അത് ഫൈനാൻഷ്യലി ഫീസിബിൾ ആയിരിക്കണം, ഫിസിക്കലി അത് കൺവേർട്ട് ചെയ്യുന്ന സാധനം പോസിബിൾ ആയിരിക്കണം, ലീഗലി പെർമിസിബിൾ ആയിരിക്കണം. ഓക്കെ, സോ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ റെസിഡൻഷ്യൽ പർപ്പസ് ആയിട്ട് മാറ്റുമ്പോഴാണ് ഇതിന്റെ ഹയസ്റ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ എത്ര? അത് 24 minus 1 എന്ന് പറയുമ്പോൾ എത്ര വരും? 23. പക്ഷെ അവര് പറഞ്ഞേക്കുന്നത് അവരെടുത്തേക്കുന്ന വാല്യൂ എത്രയാന്നാ? 17.4 എടുക്കാന്നുള്ളതാണ് അവരുടെ കൺസെപ്റ്റ്. അപ്പൊ 17.4 ആണോ എടുക്കണ്ടേ? No. So we should take it as 23. ഇപ്പൊ 23 എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുഡ്വില്ലിന്റെ വാല്യൂ എത്ര വരും? ഇപ്പൊ നെറ്റ് അസറ്റ്സ് 65 മില്യൺ ആണ് എക്സ്ക്ലൂഡിങ് ലാൻഡ്. സോ പ്ലസ് 23 കൂടെ വരും. ഇപ്പൊ ലാൻഡ് ആയതുകൊണ്ട് പിന്നെ ഡിപ്രീസിയേഷൻ ഒന്നും വരത്തില്ല. സോ ഹൗ മച്ച് ഷുഡ് ബി എ ഗുഡ്വിൽ? ആദ്യം ക്യാഷ് കൊടുത്തു. എത്രയാണ് ക്യാഷ് കൊടുത്തേ? 90 അല്ലേ. ദെൻ എൻ സിയുടെ വാല്യൂ എത്ര? ഫെയർ വാല്യൂ ഓഫ് എൻ സി എ 22. Then excluding net assets, the fair value of net asset is 65. Which is 65. അതിന്റെ കൂടെ നമ്മൾ എന്തുകൂടെ ആഡ് ചെയ്യണം? ലാൻഡിന്റെ വാല്യൂ കൂടെ. ലാൻഡിന്റെ വാല്യൂ നമ്മൾ എത്ര മക്കളെ കാണിക്കുന്നേ? ഷുഡ് ബി 24 minus 1. So total 88 വരും. Okay, so how much is goodwill now? Goodwill is 24. 17.4 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടോ അതോ ഇല്ലയോ? ഇല്ല, എക്സ്ക്ലൂഡിംഗ് ആണ്. They haven't considered it. അപ്പോ എക്സ്ക്ലൂഡിംഗ് ആണ് 17. എക്സ്ക്ലൂഡിംഗ് വാല്യൂ ആണ്. ലാൻഡിന്റെ വാല്യൂ ഇല്ലാതുള്ള വാല്യൂ ആണ് 65. മനസ്സിലായോ? 65 എന്ന് പറഞ്ഞാൽ ലാൻഡിന്റെ വാല്യൂ ഇൻക്ലൂഡ് ചെയ്യാത്ത വാല്യൂ ആണ്. അപ്പോൾ സോ വി ഹാവ് ടു കൺസിഡർ ദ ഹോൾ എമൗണ്ട്, നോട്ട് ജസ്റ്റ് ദ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. അസറ്റിന്റെ ഫുൾ വാല്യൂ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഫുൾ വാല്യൂ എടുക്കുമ്പോൾ ഈ 24 minus 1 എടുക്കുമോ 17.4 എടുക്കുമോ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഏതെടുക്കണം? ഫെയർ വാല്യൂ മെഷർ ചെയ്യാൻ നേരം നമ്മൾ വി ഷുഡ് ടേക്ക് മാർക്കറ്റ് ബേസ്ഡ് ഇൻപുട്സ് വെച്ചിട്ട് നമ്മൾ ഏതാ എടുക്കണ്ടേ? 24.1. കാരണം ഈ റീപ്ലേസ്മെന്റ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കോസ്റ്റ് മെത്തേഡാണ്. നമ്മൾ എപ്പോഴും ആദ്യം മാർക്കറ്റ് അപ്രോച്ച് ഉണ്ടോ നോക്കും, പിന്നെ ഇൻകം അപ്രോച്ച് നോക്കും, പിന്നെ നമ്മൾ എന്തെടുക്കത്തുള്ളൂ? കോസ്റ്റ് അപ്രോച്ച് എടുക്കത്തുള്ളൂ. ഇസ് ക്ലിയർ? Yes, sir. അപ്പോൾ അതാദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം എന്തുകൊണ്ട് നമ്മൾ 17.4 എടുക്കാതെ 23 എടുത്തു എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ദെൻ അവർ പറഞ്ഞിരുന്നത് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. And here they said that goodwill should be calculated in 2 different manner. Fair value approach എടുക്കണം, proportionate approach എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോ നമ്മൾ എടുത്തത് ഫുൾ ഗുഡ്വിൽ അപ്രോച്ചാണ്. പ്രപ്പോർഷനേറ്റ് അപ്രോച്ച് ആണെങ്കിൽ എന്താ വ്യത്യാസം വരുന്നത്? ഇത് 90 വരും, ഇത് 22 വരൂല. പകരം എത്ര ആയിരിക്കും? മക്കളെ? 20%. 88ന്റെ പ്രപ്പോർഷൻ ആയിരിക്കും എടുക്കേണ്ടത്.
സോ 88ന്റെ പ്രപ്പോർഷൻ എന്ന് പറയുമ്പോൾ എത്ര? 17.6. 80% ആണ് നമ്മൾ 90 മില്യൺ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പൊ ബാക്കി 88ന്റെ 20%. 17.6. ഇപ്പൊ എത്ര വരും? 90 പ്ലസ് 17.6 മൈനസ് 88. Which is how much? Goodwill is 19.6. അപ്പോൾ പാർഷ്യൽ ഗുഡ്വിൽ അപ്രോച്ചിലും അല്ലെങ്കിൽ നമ്മുടെ പ്രപ്പോർഷനേറ്റ് അപ്രോച്ചിലും ഇവിടെ നമ്മളെ വ്യത്യാസം ക്ലിയർ ആണോ? തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ മക്കളെ? Sir, 17.6 calculation. നമ്മുടെ നെറ്റ് അസെറ്റ്സിന്റെ പെർസെന്റേജ് എടുക്കുക, പ്രപ്പോർഷൻ ഓഫ് നെറ്റ് അസെറ്റ് എടുക്കുക. മനസ്സിലായോ? നൗ ഇനി ഇത് ഇമ്പയർ ആവുന്ന സിറ്റുവേഷൻ. അപ്പൊ നമുക്ക് രണ്ട് സിറ്റുവേഷനിലും ഫുൾ ഗുഡ്വിൽ മെത്തേഡിലും പാർഷ്യലിലും ഇമ്പയർമെന്റ് കാൽക്കുലേഷൻ സെയിം അല്ല. അത് നമുക്ക് നോക്കാം. സോ ഇമ്പയർ ആവുന്ന സിറ്റുവേഷൻ നോക്കുവാണെങ്കിൽ ദ റിക്കവറബിൾ എമൗണ്ട് ഓഫ് കൊളിഷൻസ് അസെറ്റ്സ് വാസ് എസ്റ്റിമേറ്റഡ് ടു ബി 100 million. Include in this assessment the only building owned by collision which has been damaged in a storm and impaired to 4 million. The carrying amount of net assets of collision as on 30 June including fair value adjustment and acquisition but excluding goodwill. Carrying value എത്രയാണ് പറഞ്ഞേക്കുന്നത്? എത്ര മക്കളെ പറഞ്ഞേക്കുന്നത്? 60, 15, 9, 22 ഈ ഒരു വാല്യൂ ആണ്. സോ വാല്യൂ നമുക്ക് അതേപോലെ എടുക്കാം. So if you look at carrying value എത്രയൊക്കെയാ വരുന്നത്? ലാൻഡ് 60, പ്ലാന്റ് ആൻഡ് മെഷീനറി 15, ഇൻടാഞ്ചിബിൾ 19. ഫുൾ ഗുഡ്വിൽ മെത്തേഡ് പ്രകാരമാണ് ഞാൻ ആദ്യം നോക്കുന്നത്. ഫുൾ ഗുഡ്വിൽ മെത്തേഡ് പ്രകാരമാണെങ്കിൽ ഗുഡ്വില്ലിന്റെ വാല്യൂ എത്ര വരും? 24 വരും. കറണ്ട് അസറ്റ്സോ 22. അങ്ങനെ ടോട്ടൽ വാല്യൂ എത്രയാണ് വന്നത്? 131. ഓക്കെ. പക്ഷെ ഈ ടോട്ടൽ അസറ്റ്സിന്റെ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ് അവർ പറഞ്ഞേക്കുന്നത്? We know that subsidy is like a CGU, ഒരു ക്യാഷ് ജനറേറ്റിംഗ് യൂണിറ്റ് പോലെയാണ് സബ്സിഡറി. സോ ഒരു CGUവിന്റെ ഇമ്പയർമെന്റ് അലൊക്കേഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് നമ്മൾ സബ്സിഡിനും ഇമ്പയർമെന്റ് അലൊക്കേഷൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ CGUവിന് ഇമ്പയർമെന്റ് അലൊക്കേഷൻ ചെയ്യുന്നത്? ഓർക്കുന്നുണ്ടോ? CGU മീൻസ് അസറ്റ്. അപ്പൊ ഒരു പർട്ടിക്കുലർ അസറ്റിലേക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? വിൽ ചെക്ക് എനി സ്പെസിഫിക് അസറ്റ് ഗോട്ട് ഇമ്പയർഡ്. അപ്പൊ ഇവിടെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഒരു സ്പെസിഫിക് അസറ്റ് ഇമ്പയർ ആയിട്ടുണ്ടോ? ബിൽഡിംഗ് സ്പെസിഫിക്കലി ഇമ്പയർ ആയിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഇമ്പയർമെന്റ് നമ്മൾ ആദ്യം ചാർജ് ചെയ്യേണ്ടത് ബിൽഡിംഗിലേക്കാണ്. അത് കഴിഞ്ഞാലോ വിൽ ചാർജ് ഗുഡ്വിൽ ടിൽ ഗുഡ്വിൽ റീച്ചസ് ടു 0. ഗുഡ്വിൽ 0 എത്തുന്നിടം വരെ നമ്മൾ ചാർജ് ചെയ്യാം. ദെൻ എനിത്തിങ് എക്സസ് നമ്മൾ എങ്ങോട്ട് ചാർജ് ചെയ്യും? ബാക്കി അസറ്റ്സിലോട്ട് അതിന്റെ പ്രൊപ്പോർഷനേറ്റ് വെയിറ്റേജിന്റെ ബേസിൽ ചാർജ് ചെയ്യും, അല്ലെ? അപ്പൊ ആദ്യം നമുക്ക് ഇമ്പയർമെന്റ് എത്ര വരുമെന്ന് നോക്കാം. അപ്പൊ റിക്കവറബിൾ എമൗണ്ട് എത്രയാണ് പറഞ്ഞേക്കുന്നത്? റിക്കവറബിൾ എമൗണ്ട് ഈസ് 100. ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അതർ ദാൻ 106 ആയിരുന്നു. ഗുഡ്വിൽ കൂടി ഇൻക്ലൂഡ് ചെയ്തപ്പോൾ എത്ര വന്നു? 130 വന്നു. നമ്മുടെ റിമൈനിങ് എമൗണ്ട് എത്ര വരാൻ പാടുള്ളൂ? റിക്കവറബിൾ എമൗണ്ട് എത്ര വരാൻ പാടുള്ളൂ? 100 വരാൻ പാടുള്ളൂ. നമ്മൾക്ക് എങ്ങനെ ഇമ്പയർമെന്റ് ചാർജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എങ്ങോട്ട് ചാർജ് ചെയ്യും? ലാൻഡ് ആൻഡ് ബിൽഡിങ്സിലോട്ട് ചാർജ് ചെയ്യും. കാരണം എനിക്കറിയാം അവിടെ എന്തുണ്ട്? ഇമ്പയർമെന്റ് സ്പെസിഫിക്കലി വന്നതാണെന്ന് അറിയാം. സോ 130 ആണ് ക്യാരിങ് വാല്യൂ, റിക്കവറബിൾ എമൗണ്ട് 100. അപ്പൊ ടോട്ടൽ ഇമ്പയർമെന്റ് എത്ര മക്കളെ? 30 ആണ്. സോ 30ൽ 4 ഇവിടെ പോയി. ഓക്കെ. അപ്പൊ ഇനി ബാക്കി എത്ര ഉണ്ട്? 26 ഉണ്ട്. 26ൽ ഞാൻ ഗുഡ്വില്ലോട്ട് ബാക്കി ചാർജ് ചെയ്തു. ഗുഡ്വിൽ 24 ഉണ്ടായിരുന്നു. സോ ഗുഡ്വിൽ നൗ ബിക്കം 0. കാരണം ഗുഡ്വില്ലോട്ട് ഞാൻ ബാക്കി 24 ചാർജ് ചെയ്തു. So out of 30 we already charged 4 and 24. So what is remaining now? 2 million ആണ് ഇനിയും ബാക്കിയുള്ളൂ, അല്ലെ? അപ്പൊ 2 million ഞാൻ എങ്ങോട്ട് ചാർജ് ചെയ്യണം? എന്റെ റിമൈനിങ് അസറ്റ്സിലോട്ട്. റിമൈനിങ് അസറ്റ്സിന് ഏതൊക്കെയാണ് മക്കളെ?
ആൻഡ് മിഷനറി ആൻഡ് ഇൻടാഞ്ചിബിൾസ് ഇൻടാഞ്ചിബിൾസും ആണ്. അപ്പൊ അതിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വെയിറ്റേജ് ആണ് കൂടുതൽ, വിച്ച് ഇസ് 15. Then 24. divided by 24, that is 15 plus 9. ആ ടോട്ടൽ വെയിറ്റേജിൽ കൂടുതൽ പ്രൊപ്പോർഷൻ പോകുന്ന എങ്ങോട്ടാണ്? ആ നമ്മുടെ ബാക്കി ചാർജ് എത്രയാണ്? 0.75 ഇങ്ങോട്ട് വരും. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ remaining value of plant and machinery will be 13.75. Intangible will become 8.25. ഓക്കെ ആണോ? സോ ഇമ്പയർമെന്റ് അലൊക്കേഷൻ എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ മക്കളെ? Is it clear everyone? So 30 million നമ്മൾ ആദ്യം സ്പെസിഫിക് അസറ്റിലോട്ട് അലക്കേറ്റ് ചെയ്തു, ബാക്കി പ്ലാൻ ആൻഡ് മെഷീനിലോട്ട് അലക്കേറ്റ് ചെയ്തു, അതേപോലെ തന്നെ ഗുഡ് വില്ലോട്ടും അലക്കേറ്റ് ചെയ്തു. ആഫ്റ്റർ സ്പെസിഫിക് അസറ്റ് ഇറ്റ് ഷുഡ് ബി ഗുഡ് വിൽ. ഫസ്റ്റ് ഇവിടെ കൊടുക്കും, സെക്കൻഡ് ഇവിടെ, then to this assets. ഈ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ ഗുഡ് വില്ല് ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ ആണോ? ഇപ്പൊ ഫുൾ ഗുഡ് വിൽ മെത്തേഡിൽ ഗുഡ് വിൽ അലൊക്കേഷൻ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ മക്കളെ? യെസ്. സോ പാർഷ്യൽ കാൽക്കുലേഷൻ കാണിക്കുമോ? 1.25 എന്നുവെച്ചാൽ നമ്മുടെ പ്ലാന്റ് ആൻഡ് മെഷീനറി 15 ആയിരുന്നടാ, പിന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് 9 ആയിരുന്നു. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ട്? റിമൈനിങ് 24. 24ൽ 15 ആണ് പ്ലാന്റ് ആൻഡ് മെഷീനറി. അപ്പൊ അത്രയും കൂടുതൽ വെയിറ്റേജ് എവിടോട്ട് പോകണം? പ്ലാന്റ് ആൻഡ് മെഷീനിലോട്ട് പോകണം. അപ്പൊ 15 ഡിവൈഡ് ബൈ 24 ചെയ്യുക. മനസ്സിലായോ? ബാക്കി 2ല് 1.25 ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി 0.75 ഇവിടെ വരും, ഇൻടാഞ്ചിബിൾസിലോട്ട് വരും. Is it clear? Fine. So now partial goodwill approach ലോട്ട് വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, we know that in partial goodwill approach നമ്മുടെ ഗുഡ്വിൽ എത്രയേ ഉള്ളൂ? എത്രയായിരുന്നു ഗുഡ്വില്? 19.6. പക്ഷെ ഇത് പാർഷ്യൽ ആണ്. പാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരുടെ ഗുഡ്വിൽ മാത്രമേ ഉള്ളൂ? പേരന്റിന്റെ ഗുഡ്വിൽ മാത്രമേ ഉള്ളൂ. ബിക്കോസ് NCAയുടെ പ്രൊപ്പോർഷനേറ്റ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ അവിടെ എപ്പോഴും നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യണം. കിട്ടുന്ന ഗുഡ്വിൽ നമ്മൾ എന്ത് ചെയ്യുക? വി ഹാവ് ടു ഗ്രോസ് ഇറ്റ് അപ്പ്. നമ്മൾ എങ്ങനെ ഗ്രോസ് ഇറ്റ് അപ്പ് ചെയ്യുന്നത്? 19.6 ഇൻറ്റു അത് 100ലേക്ക് ഗ്രോസ് ചെയ്യാം. ബട്ട് വി നോ ദാറ്റ് 90.6 എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമേ ഉള്ളൂ? 80% ഉള്ളൂ. അപ്പൊ 100 ഡിവൈഡ് ബൈ 80 ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ? ബാക്കി ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇമ്പയർമെന്റും കാര്യങ്ങളും ചെയ്യാം. അപ്പൊ whenever there is partial goodwill approach, ഫസ്റ്റ് നമ്മൾ കിട്ടിയ ഗുഡ്വിൽ അതേപോലെ അല്ല എടുക്കേണ്ടത്, നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്യുക. 19.6 നമ്മൾ ഗ്രോസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി നിയർലി 24.5. അതിനെയാണ് പിന്നെ ഞാൻ താപ്പോട്ട് എന്ത് ചെയ്തേക്കുന്നത്? നെറ്റ് അസെറ്റ്സ് 106. അപ്പൊ ടോട്ടൽ നെറ്റ് അസെറ്റ്സ് ബിക്കം 130.5. സോ റിക്കവർ എമൗണ്ട് 100 ആണ്. സോ എഫക്റ്റീവ്ലി ഇമ്പയർമെന്റ് ലോസ് അപ്പൊ എത്ര വരും? ടോട്ടൽ അസറ്റിന്റെ ക്യാരിങ് വാല്യൂ 130.5 ആണ്. റിക്കവർ എമൗണ്ട് 100 ആണ്. സോ 130.5 മൈനസ് 100, സോ റിമൈനിങ് 13.5. ഓക്കെ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? Can you reply in the chat? Okay. Now ഇനി നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇമ്പയർമെന്റ് അലൊക്കേറ്റ് ചെയ്യാൻ പോവാണ്. So we know that എക്സ്ട്രാ വന്നൊരു ഗുഡ്വിൽ 19.6ൽ നിന്ന് 24.5. എക്സ്ട്രാ വന്ന ഗുഡ്വിൽ എത്ര വന്ന ഗുഡ്വിൽ എത്ര മക്കളെ? 4.9 ആണ് അല്ലെ?
അപ്പൊ അതാണ് ആ ഗുഡ്വില്ലിനാണ് നമ്മൾ നോഷണൽ ഗുഡ്വിൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ജസ്റ്റ് ഒരു ബഫർ ചെയ്തിട്ടേക്കുന്ന ഗുഡ്വിൽ. നൗ വെൻ വി ആർ അലക്കേറ്റിംഗ് ഇമ്പയർമെന്റ് മുമ്പേ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ 4 ലാൻഡ് ആൻഡ് ബിൽഡിംഗ്സിലോട്ട് കൊടുക്കും. ബാക്കി ഞാൻ എന്ത് ചെയ്തു, 19.6ഉം 4.9ഉം ഗുഡ്വിൽ എല്ലാം റൈറ്റ് ഓഫ് ചെയ്ത് 0 ആക്കി. ദെൻ റിമൈനിങ് 1.25 മുമ്പേ പോലെ തന്നെ ലാൻഡ് ആൻഡ് മിസ്റ്ററിലോട്ട് ഇട്ടു. 0.75 ഇൻടാഞ്ചിബിൾ അസറ്റിലോട്ട് പോയി. സെയിം ലൈക്ക് മുമ്പേ നമ്മൾ ചെയ്ത സെയിം കാൽക്കുലേഷൻ. അപ്പൊ ആകെ ഇവിടെ വ്യത്യാസം നമ്മൾ ചെയ്യുന്നത് എന്താ, ഇത് ഗ്രോസ് അപ്പ് ചെയ്യണമെന്നുള്ളതാണ്. ഗ്രോസ് അപ്പ് ചെയ്തിട്ട് ആ ഗ്രോസ്ഡ് ഗുഡ്വിൽ വെച്ചിട്ട് വേണം എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ഇമ്പയർമെന്റ് ലോസ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ബാക്കി ഓർഡറും ഇമ്പയർമെന്റ് അലൊക്കേഷനും എല്ലാം സെയിം ആണ്. സാറേ നോഷണൽ ഗുഡ്വിൽ ഒന്നും കൂടി പറയൂ. നോഷണൽ ഗുഡ്വിൽ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോസ്ഡ് അപ്പ് ഫിഗർ ആണ്. ഇപ്പം 19.6 എന്ന് പറയാൻ നമുക്കറിയാം ഒരിക്കലും 100% ഗുഡ്വിൽ അല്ല. കാരണം എന്താ, NCAന്റെ നമ്മൾ എന്താ എടുത്തേക്കണേ, നെറ്റ് അസറ്റ്സിന്റെ സെയിം എമൗണ്ട് ആയി, നെറ്റ് അസറ്റ്സിന്റെ 20%. സോ വി ആർ പേയിങ് എക്സാക്ട്ലി വാട്ട് ഈസ് നെറ്റ് അസറ്റ് ഫ്രം ദ സൈഡ് ഓഫ് NCA എന്നുള്ള അസംഷനിലാണ് നമ്മൾ NCAന്റെ വാല്യൂ എടുത്തേക്കുന്നത്. ബട്ട് സപ്പോസ് NCA ഒരു ഹയർ എമൗണ്ട് പേ ചെയ്തായിരുന്നെങ്കിൽ, സെയിം ആസ് പേരന്റ് കൊടുത്ത പോലെ തന്നെ NCA ഒരു ഹയർ എമൗണ്ട് പേ ചെയ്തായിരുന്നെങ്കിൽ നമ്മുടെ ഗുഡ്വിൽ എന്തായേനേയും 100% ഗുഡ്വിൽ എന്തായേനേയും എന്ന് നമ്മൾ ഗ്രോസ് അപ്പ് ചെയ്തെടുക്കുന്നതാണ്. മനസ്സിലായോ? 19.6 എന്ന് പറയുന്നത് 80% ഗുഡ്വിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ ഇൻറ്റു 100/80 ചെയ്യുക. ദാറ്റ് ഈസ് വി ആർ ഗ്രോസിങ് ഇറ്റ് അപ്പ്. മനസ്സിലായോ? അപ്പോ കാരണം നമുക്ക് എപ്പോഴും ഇമ്പയർമെന്റ് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ ക്യാരിയിങ് വാല്യൂവിനെയാണ് റിക്കവറബിൾ എമൗണ്ട് ആയിട്ട് കമ്പയർ ചെയ്യേണ്ടത്. കാരണം റിക്കവറബിൾ എമൗണ്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 100% ഓഫ് സബ്സിഡിന്റെ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ക്യാരിയിങ് വാല്യൂവിലും എന്ത് വരണം, 100% വരണം. അപ്പൊ ഗുഡ്വില്ലിനെ 100% വരണം, ബാക്കി അസറ്റ്സിനെ 100% വരണം. പക്ഷെ ഗുഡ്വില്ലിന് ഇവിടെ എന്തില്ല, 100% ഇല്ല. 90.6 എന്ന് പറയുന്നത് 80% ഉള്ളൂ. അപ്പൊ അതിനെ ഞാൻ ഗ്രോസ് അപ്പ് ചെയ്തു, എന്നിട്ട് ആ 100% ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ 24.5 പ്ലസ് ബുക്സിൽ ഓൾറെഡി നെറ്റ് അസറ്റ്സ് 106 ആയിരുന്നു. ഇപ്പൊ ടോട്ടൽ 130.5 വന്നു. ഐ കമ്പയർഡ് വിത്ത് റിക്കവറബിൾ എമൗണ്ട്. സോ ഇമ്പയർമെന്റ് ലോസ് എത്രയാണ്, 13.5. അതിനെ വേണം ഞാൻ എന്ത് ചെയ്യാൻ, പിന്നെ CGUലേക്ക് അലക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ സബ്സിഡറി എന്ന് പറയുന്ന CGUലേക്ക് അലക്കേറ്റ് ചെയ്യാൻ. അവിടെ അലക്കേറ്റ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം നമ്മൾ ബിൽഡിങ്ങിലോട്ടാണ് ഫോർമുലിന് അലക്കേറ്റ് ചെയ്തത്. ബാക്കി പിന്നെ ഇമ്പയർമെന്റ് നമ്മൾ ഗുഡ്വില്ലിലോട്ട് തന്നെ അലക്കേറ്റ് ചെയ്തു. Then we allocated to land, PPE and intangible assets. Order same ആണ്. Is it clear? അപ്പൊ ഡിഫറൻസ് മനസ്സിലായോ? ഇമ്പയർമെന്റ് അലൊക്കേഷന് ഡിഫറൻസ് മനസ്സിലായോ എല്ലാവർക്കും? Is it clear, guys? Okay. So that's it for the day. നമുക്ക് ബാക്കി ഗ്രൂപ്പിന്റെ ക്വസ്റ്റ്യൻസ് നാളെ നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം കേട്ടോ. നാളെ ക്ലാസ് നാളെ ഉണ്ട് 7 o'clock. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ഗ്രൂപ്പ്. സാറേ ഈ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി അപ്ലോഡ് ചെയ്യല്ലേ ഇന്ന് ക്ലാസ്സിന് ആപ്പിൽ, അതൊന്ന് അപ്ലോഡ് ചെയ്യുമോ? അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ആപ്പിന് ഞാൻ തൽക്കാലം യൂട്യൂബിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാർ ആണോ പറഞ്ഞു.